പ്രിയപ്പെട്ടവരെ, വളരെ പ്രസക്തമായ ഒരു സെമിനാറാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മലയാളം ഒരു വിജ്ഞാന ഭാഷയാണോ എന്നതാണ് വിഷയം. അപ്പം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് 1.5 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂറിനകത്ത് നമ്മളിപ്പോൾ ആദ്യം 15 മിനിറ്റ് ഈ ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 15 മിനിറ്റ്, ഈ 1 മണിക്കൂറോളം ഇവിടെ ഓരോരുത്തർ ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും മലയാളം എന്ന നിലവിൽ ഒരു വിജ്ഞാന ഭാഷയാണോ, വിജ്ഞാന ഭാഷയായിരുന്നു, ഇനി വിജ്ഞാന ഭാഷ ആകാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ വിജ്ഞാന ഭാഷ ആകാനുള്ള ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നമ്മൾ ഇവിടുത്തെ വേദിയിലുള്ളവരിടത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ 15 മിനിറ്റ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയും. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിനകത്ത് പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം ഇന്ത്യൻ ഭാഷകളാകാന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ UGCയും അതുപോലെ കേന്ദ്ര ഗവൺമെന്റും ഹിന്ദി, മലയാളം, തമിഴ് ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ ഭാഷകളിലും ടെക്സ്റ്റ് ബുക്കുകൾ, എഞ്ചിനീയറിംഗ്, മെഡിസിൻ ടെക്സ്റ്റ് ബുക്കുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ വെല്ലുവിളിക്ക് നമ്മൾ തയ്യാറാണോ, ഇതിന് ആവശ്യമുണ്ടോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നമ്മുടെ കുട്ടികൾ മുഴുവൻ ഇപ്പോൾ ഞാൻ 2012 മലയാളത്തിന്റെ ഭാവി എന്ന പുസ്തകം രചിക്കുന്ന സമയത്ത് അന്ന് മലയാളം മീഡിയത്തിൽ ഉണ്ടായിരുന്നത് 90% പേരും മലയാളം മീഡിയത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പകുതി കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് മാധ്യമങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് LKG UKG പോലും, അംഗൻവാടികൾ LKG UKG പോലും ഇംഗ്ലീഷ് മാത്രമേ നമുക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ വിജ്ഞാനം സൃഷ്ടിക്കലും വിതരണത്തിന് വേണ്ടിയും മലയാളം ഉപയോഗിക്കാൻ സാധിക്കുമോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം കുട്ടികൾക്ക് അതിന് തയ്യാറാണോ? കുട്ടികളുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ നോക്കുന്നത് ജോലി സാധ്യതയും, വിദേശത്ത് പോയി എല്ലാ സ്ഥലത്തും ജോലി തേടാനായിട്ടും അറിവിന് വേണ്ടിയും സമ്പാദിക്കാനായിട്ടും എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. ഈ സാഹചര്യത്തിലെടുത്ത് ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിന്റെ പ്രസക്തി ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒന്ന്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാളം എന്ന് പറയുന്നത് ഈ കൊളോണിയൽ അധിനിവേശത്തിന് മുമ്പ് വരെ വിജ്ഞാന ഭാഷയായിരുന്നു. അത് കോടതി ഭാഷയായിരുന്നു. നമ്മുടെ ആയുർവേദം പരിശോധിച്ചു കഴിഞ്ഞാൽ അന്ന് ആയുർവേദ ലിഖിതങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും മുഴുവൻ മലയാളത്തിലായിരുന്നു. ഇപ്പോഴും ആയുർവേദം പഠിക്കുന്നത് മലയാളത്തിലാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് UGC പറഞ്ഞു മലയാളത്തിൽ പഠിക്കാൻ പാടില്ല, സംസ്കൃതം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം ഉപയോഗിക്കാൻ പാടില്ലെന്നൊരു ഓർഡർ ഇറക്കി. എന്നിരുന്നാലും ഈ പുതിയ നയം അനുസരിച്ച് മലയാളത്തിൽ പഠിപ്പിക്കാന്ന് പറഞ്ഞു നിലവിലുള്ള സാഹചര്യമുണ്ട്. അപ്പൊ നമ്മുടെ പണ്ടത്തെ ഉള്ള വാസ്തുശില്പങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, പണ്ടത്തെ നമ്മുടെ ശാസ്ത്രീയമായ ഇന്ത്യൻ സംഭാവനകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭാഷകളും പൂർണ്ണമായും ശാസ്ത്രീയ ഭാഷകളായിരുന്നു. താജ്മഹൽ പരിശോധിക്കുക, താജ്മഹലെ പോലെ മനോഹരമായ വാസ്തുശില്പം ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് ബ്രിട്ടീഷുകാർ മുമ്പ് ഉണ്ടാക്കിയ ആ വാസ്തുശില്പത്തിന്റെ ആർക്കിടെക്ചർ ലാംഗ്വേജ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്നുണ്ടായിരുന്ന അവിടുത്തെ ഹിന്ദിയും ഉറുദുവായിരുന്നു, ഹിന്ദുസ്ഥാനിയായിരുന്നു. അതേസമയത്ത് നമ്മുടെ 1000 വർഷം മുമ്പ് അത് പണിത തഞ്ചാവൂർ പെരിയ കോയിൽ, ബ്രഹ്മേശ്വര ക്ഷേത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹംപി, ഉടനീളമുള്ള കേരളത്തിൽ കാണുന്ന മനോഹരമായ കണ്ടു കഴിഞ്ഞാൽ ഇത് മുഴുവൻ അന്ന് ഇന്ത്യൻ ഭാഷകളിലാണ് ഇത് ഉണ്ടായത്, ശാസ്ത്രം ഉണ്ടായത്, വിതരണം ചെയ്തത്. നിർഭാഗ്യവശാൽ 1835 മെക്കാലെ മിനിറ്റിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഇന്ത്യൻ ഭാഷകളൊക്കെ മാറി ഇംഗ്ലീഷിലേക്ക് മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങിപ്പോയി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും നമ്മൾ നോക്കിയത് ഇന്ത്യൻ മറ്റേ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഉണ്ടായ സ്വാതന്ത്ര്യലബ്ധി നമ്മൾ മാത്രമല്ല സ്വാതന്ത്ര്യം ലഭിച്ചത്, ഏഷ്യയിലെ മിക്ക രാഷ്ട്രങ്ങളും അന്നാണ് ലഭിച്ചത്. ചൈനയും സിംഗപ്പൂറും മലേഷ്യയും ഇന്തോനേഷ്യയും വിയറ്റ്നാമും കൊറിയയും ആ സമയത്താണ് ഒരു രാഷ്ട്രങ്ങളായിട്ട് രൂപപ്പെടുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ 2ാം ലോകയുദ്ധത്തിന് ശേഷം ഏഷ്യൻ രാജ്യങ്ങൾ, കുറെ രാജ്യങ്ങൾ കൊളോണിയൽ ഭാഷയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസവും പഠനവും ഗവേഷണവും നടക്കാൻ തുടങ്ങി.
അതേസമയത്ത് മറ്റ് കുറേ രാഷ്ട്രങ്ങൾ അവരുടെ സ്വന്തം ഭാഷകൾ തന്നെ അതിവിതരണം ചെയ്യാൻ തുടങ്ങി. ഇവരുടെ വികസനങ്ങൾ പരിശോധിച്ചാൽ വികസന സൂചനകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ മാനവ വികസന സൂചനകളും കാണിക്കുന്നത് മാതൃഭാഷയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ വികസനം ഉണ്ടാകുന്നത്. അതായത് രോഗിയുടെ ഭാഷയിലെ ഡോക്ടർമാർ പഠിപ്പിക്കുന്ന സമയത്ത് അത് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ട്. അതേസമയത്ത് വാതീര്യം സാക്ഷരം ഭാഷയിലെ കോടതികൾ വിസ്താരം നടക്കുന്ന സമയത്ത് വിധി ലഭിക്കുന്ന സമയത്ത് അവിടെ നീതി വ്യവസ്ഥ ഉണ്ട്. വോട്ട് ചോദിക്കുന്ന ഭാഷയിൽ നമ്മൾ ബദർ നടത്തുന്ന സമയത്ത് അവിടെ അഴിമതില്ലാതാകുന്നു. തൊഴിലാളിയുടെ ഭാഷയിൽ തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തി മാനേജ്മെന്റ് സ്റ്റഡീസ് ഉണ്ടെങ്കിൽ അത് മെച്ചപ്പെട്ട സ്ഥാപനം ഉണ്ടാക്കുന്നു. ഉദാഹരണമായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊറിയയുടെ കാര്യം പരിശോധിച്ചാൽ തന്നെ അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല, രണ്ടാം ലോകത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ഇസ്രയേലിലെ ഹീബ്രു ഭാഷയാണ്. അന്ന് മൃത്യുവായ ഭാഷയെ പുനരുജ്ജീവിപ്പിച്ചിട്ട് ഇന്ന് ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ സകല വിഷയങ്ങൾ പഠിപ്പിക്കുന്നത്, മെഡിസിൻ ആയാലും എഞ്ചിനീയർ ആയാലും നിയമങ്ങൾ പഠിപ്പിക്കുന്നത് ഹീബ്രു ഭാഷയിലാണ്. എന്നാൽ ഇസ്രയേൽ പഠിപ്പിക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും സർവകലാശാലകളും മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്നു. ഈ അന്താരാഷ്ട്ര നിലവാരത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 100 യൂണിവേഴ്സിറ്റികളിനകത്ത് യൂണിവേഴ്സിറ്റികളുമുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭാഷകളുള്ള IIT പോലും നമ്മുടെ ആദ്യത്തെ 100-നകത്തില്ലേ. നമ്മുടെ സർവകലാശാല മുഴുവൻ എടുത്തു നോക്കിയാൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, എന്നാൽ അവിടെ ഗുണനിലവാരം വളരെ മോശമായിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിറ്റി പരിശോധിച്ചു കഴിഞ്ഞാൽ മാതൃഭാഷയിൽ പഠിപ്പിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥി രാഷ്ട്രങ്ങളും നമ്മളെക്കാളും മെച്ചത്തിലാണ്. 2010 ആണ് അവസാനമായിട്ട് ഇന്ത്യ പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞ OIC രാജ്യങ്ങളിൽ പങ്കെടുത്തത്. അന്ന് ഇന്ത്യയുടെ മൊത്തം പങ്കെടുത്ത 73 രാജ്യങ്ങളിൽ ഇന്ത്യ 72ാമത്തെ രാജ്യമായിരുന്നു. നമ്മളെക്കാലം ഏറ്റവും പിന്നിൽ വളർന്നുണ്ട് തജിക്കിസ്ഥാൻ എന്ന് പറഞ്ഞ യുദ്ധഭൂമി. ആദ്യത്തെ രാഷ്ട്രം ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുന്നത് ചൈനയിലെ ഷാങ്ഹായ് കുട്ടികളേക്കായിരുന്നു, കൊറിയൻ കുട്ടികളേക്കായിരുന്നു, ജപ്പാനായിരുന്നു, ഫിൻലാൻഡ്, അമേരിക്ക ഇങ്ങനെയായിരുന്നു അതിൻ്റെ. അതുപോലെ തന്നെ ഒളിമ്പ്യാഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ, സബ്ജക്ട് ഒളിമ്പ്യാഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ മാതൃഭാഷയിലെ സബ്ജക്ട് ഒളിമ്പ്യാഡ് പങ്കെടുക്കുന്ന മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്, സയൻസ് ഒളിമ്പ്യാഡ്, കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ അടുത്ത് നോക്കിയാൽ അവരാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കപ്പുകൾ കൊണ്ടുപോകുന്നത്. അതേസമയത്ത് കേരളത്തിൽ നിന്ന് എത്ര കുട്ടികളാണ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഈ ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ തുച്ഛമാണ്, നമുക്ക് ആരും അറിയത്തില്ല. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ആക്ച്വലി ഈ പറയുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത് മാത്രമല്ല, അപ്പോൾ ഈ വിഷയത്തിലേക്ക് വരാം. 10 മിനിറ്റായി. അപ്പോൾ ഓരോരുത്തരും പരിചയപ്പെട്ട് ഈ വിഷയത്തെക്കുറിച്ച് പറയാനായിട്ട് അവർക്ക് സമയമുണ്ടാവും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഇവിടെ എത്തിയിരിക്കുന്നത് വളരെ ഓരോരുത്തരും അവരുടെ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പ്രസാദ് മാഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ട്രാൻസ്ജെൻഡറിനെ കുറിച്ചും ഓട്ടിസത്തിനെ കുറിച്ചും 10-15 വർഷം മുമ്പ് തന്നെ വിശദമായി നല്ല ലളിതമായ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ട് ഞാൻ ഇപ്പോഴൊന്നും മറന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ എതിരൻ കതിരവൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ 2ാമത്തെ പുസ്തകത്തിൻ്റെ ഫൗണ്ടേഷനാണ്. അടിസ്ഥാനം എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ രചനകളും പുസ്തകങ്ങളാണ്. അത്രയ്ക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ജനറ്റിക്സും ന്യൂറോ ബയോളജിയും സൈക്കോളജിയും ഇങ്ങനെയുള്ള നമ്മളെ വളരെ കണപ്പെട്ട വിഷയങ്ങൾ വളരെ മനോഹരമായി രചിക്കുന്ന ഒരു കൂട്ടത്തിലാണ് എതിരൻ കതിരവൻ. അതുപോലത്തെ ഒരു സയൻറ്റിഫിക് ലിറ്ററേച്ചർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വേറെ എവിടെയും. അതുപോലെ തന്നെ ഇവിടെ PK പോക്കർ മാഷുണ്ട്. ഇദ്ദേഹം ഫിലോസഫിയും മാർക്സിസവും കാറൽ മാർക്സിന്റെ ദാസ് ക്യാപിറ്റൽ മലയാളത്തിൽ നമുക്ക് തർജ്ജമ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ സാധിക്കുമോ എന്ന് ഇദ്ദേഹത്തിനോട് ചോദിക്കണം. അതുപോലെ തന്നെ മീനാക്ഷി മേഡം എത്തിയിട്ടുണ്ട്, ജീവൻ ജോബ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഓരോരുത്തരായി അവരോട് ചോദിക്കാം. ഈ പറയുന്ന മലയാളം യഥാർത്ഥത്തിൽ ഒരു സയൻറ്റിഫിക് ലാംഗ്വേജ് ആയിട്ട്, അതായത് അറിവ് വിതരണവും സൃഷ്ടിക്കലും മലയാളത്തിൽ സാധ്യമാണോ? നിങ്ങളെല്ലാവരും പ്രൂവ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ സാധിക്കുമെന്ന്. എന്നാലും നന്ദി സേതുരാമൻ സർ. ആ ചോദ്യത്തിന് നന്നായി കോയിൻ ചെയ്ത ഒരു ചോദ്യമായി ഞാനത് പരിഗണിക്കുന്നില്ല. കാരണം നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തിയിട്ട് ഇനി നാളെ മുതൽ വിജ്ഞാനം മലയാള ഭാഷയിൽ പകർന്നു തുടങ്ങാൻ, ഉൽപ്പാദിപ്പിക്കപ്പെടാം എന്ന രീതിയിൽ കണ്ടാൽ അത് ഒരു അസംഗതമായ ചോദ്യമായി തീരും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടുന്നത് മലയാള ഭാഷയിൽ വിജ്ഞാനോൽപാദനം നടക്കുന്നുണ്ടോ, വിജ്ഞാന വിനിമയം നടക്കുന്നുണ്ടോ എന്ന കാര്യമാണ്. അത് എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം ഇനി മുന്നോട്ട് പോകാൻ
പോകാൻ കഴിയും, പോകേണ്ടതുണ്ടോ എന്ന ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് തോന്നുന്നു. വിജ്ഞാനോൽപാദനത്തിന്റെ കാര്യം എടുത്താൽ മാനവിക വിഷയങ്ങളിലും സാഹിത്യത്തിലും കുറേയൊക്കെ നടക്കുന്നുണ്ട്. ശാസ്ത്ര വിഷയങ്ങളിൽ മലയാള ഭാഷയിൽ വിജ്ഞാനോൽപാദനം എന്ന് വെച്ചാൽ ഒറിജിനലായ ഗവേഷണ റിസൾട്ടുകൾ മലയാളത്തിലേക്ക് കൺവേ ചെയ്യപ്പെടുന്നത് എത്രയുണ്ട് എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശാസ്ത്ര വിഷയങ്ങളിൽ അത് കാര്യമായി നടക്കുന്നില്ല, ഓൾമോസ്റ്റ് ഏകദേശം പൂർണ്ണമായും ഇല്ല എന്ന് തന്നെ പറയാം. ഇനി വിനിമയത്തിന്റെ കാര്യം എടുത്താലും നേരത്തെ പറഞ്ഞ സാഹിത്യവും മാനവിക വിഷയങ്ങളിലും വിനിമയം കുറെയൊക്കെ നടക്കുന്നുണ്ട്, കുറെ കൂടി നടക്കുന്നുണ്ടാകാം. പക്ഷെ ശാസ്ത്ര വിനിമയം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ അത് ചെയ്യുന്നതുമാണ്. ശാസ്ത്രവിനിമയവും വേണ്ടത്ര രീതിയിൽ ഇന്ന് നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? നമ്മൾ മലയാളത്തിലെ ശാസ്ത്രഗ്രന്ഥം എത്ര പേര് വായിക്കും, എഴുതിയാൽ എത്ര പേര് വായിക്കുന്നു? ഇപ്പോ ഹയർ സെക്കൻഡറി തലത്തിലുള്ള 11-12 ക്ലാസ്സുകളിലെ ശാസ്ത്ര പുസ്തകങ്ങൾ മലയാളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. അത് ആരെങ്കിലും വായിക്കാറുണ്ടോ എന്ന് ഞാൻ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വളരെ മുൻപ് തന്നെ താപഗതികം എന്ന പേരിൽ തെർമോഡൈനാമിക്സിന്റെ ഒരു മലയാളം വെർഷൻ, തെർമോഡൈനാമിക്സിന്റെ ക്ലാസ് 10 പുസ്തകമാണെന്ന് തോന്നുന്നു, അതിന്റെ ഒരു മലയാളം വെർഷൻ, ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒരു അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ പ്രയോഗിക്കാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിരുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശാഖകളിലും മറ്റു പലയിടത്തും അത് കെട്ടിക്കിടക്കുന്നതല്ലാതെ അതൊരു പ്രയോഗത്തിലേക്ക് വന്നില്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെ ഞാൻ ചെറുപ്പമായിരുന്നപ്പോഴാണ് ആപേക്ഷികതാ സിദ്ധാന്തത്തെക്കുറിച്ച് പരിഷത്തിറക്കിയ പുസ്തകം വായിച്ചത്. അപ്പൊ എനിക്ക് അത് സ്ട്രൈക്ക് ചെയ്തില്ല. സ്ട്രൈക്ക് ചെയ്തത് പിന്നീട് ഇംഗ്ലീഷിലുള്ളത് വായിച്ചപ്പോഴാണ് എനിക്കത് കൺവേ ചെയ്യാൻ കഴിഞ്ഞത്, എനിക്ക് അത് കുറച്ചുകൂടി ഇംബൈബ് ചെയ്യാൻ കഴിഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് എന്നത് സത്യമാണ്. അപ്പൊ നമ്മുടെ ശാസ്ത്രവിനിമയത്തിനും ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം മലയാളീകരിക്കണം അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകളിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നതിന് എത്ര സാങ്കത്യമുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മലയാള ഭാഷ വാദികള് അടുത്ത സമയത്ത് പറഞ്ഞിരുന്നു, നമ്മൾ കേരളത്തിലെ സർവകലാശാലയിൽ ഉണ്ടാകുന്ന എല്ലാ ഗവേഷണ പ്രബന്ധങ്ങളുടെ ഒരു മലയാളം വെർഷൻ ഏർപ്പെടുത്തണം എന്നുള്ളത്. അതിനോട് ഞാനത് പൂർണ്ണമായി യോജിക്കുന്നില്ല. കാരണം ഒരു ഗവേഷണ വിദ്യാർത്ഥി 24-ാമത്തെ 25-ാമത്തെ വയസ്സിലായിരിക്കും ഈ ഫെലോഷിപ്പിന്റെ പരീക്ഷയൊക്കെ പാസ്സായി അയാൾ അവിടെ എത്തുന്നത്. ഇനി ഇതൊക്കെ ചെയ്ത് ഇതൊന്ന് പൂർത്തിയാക്കി PhD പ്രബന്ധം കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ മലയാളത്തിൽ കൂടി വേണമെന്ന് പറഞ്ഞാൽ അയാളുടെ ആയുസ് ഒടുങ്ങിപ്പോവും. കാരണം അത്രയ്ക്ക് ഒരു പ്രയാസകരമായ ഒരു ദൗത്യമായിരിക്കും. അതേസമയം അതിൻ്റെ ഒരു സംക്ഷിപ്തം, ഒരു ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള മനുഷ്യർക്ക് കൺവേ ചെയ്യാവുന്ന ഒരു സംക്ഷിപ്തം നിർബന്ധമാക്കുന്നതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. അപ്പോൾ ഒരു പൊതു ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുന്ന പൊതുവായ മനുഷ്യരെ, ശാസ്ത്ര താല്പര്യമുള്ള പൊതുവായ മനുഷ്യരെ അഭിമുഖീകരിക്കാവുന്ന തരത്തിലുള്ള സംഗതികള് മലയാളത്തിൽ വീണ്ടും കൂടുതൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പുതിയ വിജ്ഞാനം ഒക്കെ പകർന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. ജനിതക ശാസ്ത്രത്തിലാണെങ്കിൽ, ബയോടെക്നോളജിയിലാണെങ്കിൽ, വേറെ ഏത് മേഖലയിലാണെങ്കിലും, അസ്ട്രോണമിയിലും ഒക്കെ ഉണ്ടാകുന്ന വികാസങ്ങൾ പകർന്നു കൊടുക്കുന്ന പ്രക്രിയ നടക്കേണ്ടിയിരിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, ഇനി അടുത്ത റൗണ്ട് മറ്റോ വരുന്നെങ്കിൽ അത് സൂചിപ്പിക്കാം എന്ന് മാത്രം പറയുന്നു. ഇനി മലയാളത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിട്ടുണ്ടായത് ഞാൻ പിന്നീട് പറയാം. ഇല്ല, ഓരോ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ, അതായത് ഇതിൻ്റെ മാഷിൽ 1-2 വെല്ലുവിളികളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ പ്രധാനമായും നമ്മളിപ്പോൾ വിജ്ഞാന വിതരണം എന്ന് പറയുന്നത് പരിശോധിച്ച് കഴിഞ്ഞാൽ മാഷ് പറയുന്നത് മലയാളത്തിലെ പോപ്പുലർ സയൻസ് കുറവാന്നോ. അതേസമയത്ത് നമ്മൾ പ്രസിദ്ധീകരണങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പം ആരോഗ്യ മാസിക, മാതൃഭൂമി ആശ്രവാഗ്യ മാസിക അല്ലെങ്കിൽ മനോരമ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന മാസികകളാണ്. ആൾക്കാർ വനിതയിലും സയൻസും ഉണ്ട്, അതുപോലെ തന്നെ പുസ്തകങ്ങളുമുണ്ട്. അതേ സമയത്ത് നമ്മൾ ആരോഗ്യം, നമ്മുടെ TV ചാനലിൻ്റെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള സയൻസ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അവിടെയൊക്കെ മലയാളം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സിബിഷൻ, സയൻറ്റിഫിക് എക്സിബിഷനിൽ എടുത്ത് നോക്കിയാൽ കുട്ടികൾ പോലും വളരെ സങ്കീർണമായ വിഷയങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ ഒന്ന് പ്രത്യേകം പറഞ്ഞതെന്ന് പറഞ്ഞാൽ
സ്കൂൾ തലത്തിൽ +1 +2 തലത്തിൽ മലയാള പുസ്തകങ്ങൾ ഇല്ല ഇപ്പോൾ. അതേ സമയത്ത് കഴിഞ്ഞ നമ്മുടെ ഈ കോവിഡ് കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ മുഴുവൻ ഓൺലൈൻ എഡ്യൂക്കേഷനാണ് ഉണ്ടായിരുന്നത്. ഓൺലൈൻ എഡ്യൂക്കേഷനിൽ വിക്ടേഴ്സ് ചാനലായിരുന്നു പൂർണ്ണമായിട്ട് കുട്ടികളെ ആശ്രയിച്ചത്. അപ്പം ഞാനതിന് ഗവേഷണം നടത്തിയ സമയത്ത് എനിക്കൊരു കൗതുകം, +1 +2 ഇംഗ്ലീഷ് മീഡിയം മാത്രമുള്ള സ്ഥിതിക്ക് കുട്ടികൾ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വിക്ടേഴ്സ് ചാനൽസ് പരിശോധിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലെ ഗുഡ് മോർണിംഗ് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിൽ. ബാക്കി 97% പഠിപ്പിക്കുന്നത് മലയാളത്തിലാണ് പഠിപ്പിച്ചത്. +1 +2 കുട്ടികൾക്ക് ഇപ്പൊ പഠിപ്പിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലായിരിക്കുന്നു, പക്ഷെ പഠിപ്പിക്കുന്നത് മലയാളത്തിലായിരിക്കുന്നു. അപ്പൊ ഇതൊരു വൈവിധ്യമുണ്ട്. അപ്പൊ മാഷ് എങ്ങനെയാ കാണുന്നത്? അത് മലയാളത്തില് ഇത് പല കാര്യങ്ങളും ക്ലാസ്സിൽ കൂടുതൽ പറയുന്നു. മലയാളം ഒന്നും പറയണ്ട, ഒരു മംഗ്ലീഷ് പ്രയോഗം നമ്മുടെ 11-12 ക്ലാസ്സുകളിൽ നടക്കുന്നുണ്ട്. യുനെസ്കോ ഒക്കെ ഈ പ്രാഥമിക വിദ്യാഭ്യാസം ഏത് മാധ്യമത്തിൽ വേണമെന്നതിനെ കുറിച്ച് വലിയ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിലാകുന്നതാണ് ഇൻക്ലൂസീവ്നെസ്സിന്. കാരണം എത്രയധികം കുട്ടികളിലേക്ക് ഇത് റീച്ച് ചെയ്യാൻ കഴിയുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം യുനെസ്കോ അതോടൊപ്പം പറഞ്ഞ പഠനത്തിന് ശേഷം പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിദ്യാഭ്യാസം മൾട്ടിലിംഗ്വൽ ആയിരിക്കണം എന്നുള്ളത്. ഒരു ഭാഷയിൽ മാത്രം പോരാ, മറ്റ് പല കാര്യങ്ങളിലേക്ക് എക്സ്പോസ് ചെയ്യണമെങ്കിൽ. ഇതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. RVG മേനോൻ സാറ് മലയാളത്തിൽ പക്ഷേ ഈ ഇപ്പോൾ ഒരു ചെറിയ ഈ ഗൂഗിൾ ട്രാൻസ്ലേഷൻ, മെഷീൻ ട്രാൻസ്ലേഷൻ വന്ന സ്ഥിതിക്ക് ഇപ്പൊ നിങ്ങൾ പറയുന്നത് മുഴുവൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഗൂഗിൾ എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വിഷയമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ പോയിട്ട് ഫ്രഞ്ച് ടു ഇംഗ്ലീഷ് അടിച്ചു കഴിഞ്ഞാൽ എക്സാക്ട് ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇപ്പോൾ ഗൂഗിളിൽ ഒരു ഫോൺ ഇറക്കിയിട്ടുണ്ട്, നമ്മൾ സ്പാനിഷ് സംസാരിച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ കേൾക്കും. എനിക്ക് ചൈനീസ് മാത്രമേ അറിയത്തുള്ളൂ, പക്ഷേ മറ്റാൾ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. അപ്പോൾ അയാൾ ഇംഗ്ലീഷിൽ ഫോൺ ചെയ്യും, പക്ഷെ ഇനി കേൾക്കുന്നത് ചൈനീസ് ആയിട്ടാണ്. അങ്ങനെ ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ ടെക്നോളജി ഇപ്പോൾ നമ്മുടെ പാർലമെന്റ് പോലും വന്നിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയിൽ പോലും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ ടെക്നോളജി എത്തുന്നുണ്ട്. ഈ ടെക്നോളജി ഉള്ള സ്ഥിതിക്ക് ട്രാൻസ്ലേഷൻ വിഷയമാവുമോ? ട്രാൻസ്ലേഷൻ, ഗൂഗിൾ ട്രാൻസ്ലേഷൻ, AI ഉപയോഗിച്ചുള്ള ട്രാൻസ്ലേഷൻ ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതൊരു പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കാവുന്ന, ശാസ്ത്രത്തിൽ ആശ്രയിക്കാവുന്ന ഒരു സംഗതിയായി വളർന്നിട്ടില്ല. സയൻസിൽ മാത്രമല്ല, നമ്മൾ സിമ്പിൾ സെന്റൻസസ് എന്ന് പറയുന്ന വാക്യങ്ങളാണെങ്കിൽ അത് ഏകദേശം കൃത്യമായ തർജ്ജമ ചെയ്തു തരും. കോംപ്ലക്സ് സെന്റൻസുകളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അടുത്ത സമയത്ത് നാഷണൽ ട്രാൻസ്ലേഷൻ മിഷൻ എന്ന് വിളിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനെയും നാഷണൽ നമ്മുടെ ഇതിനോട് പോകും അത് പറഞ്ഞിട്ട്. അപ്പോ സ്പെക്ട്രോസ്കോപ്പി എന്ന് വിളിക്കുന്ന കെമിസ്ട്രി PG വിദ്യാർത്ഥികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ്. അതിന്റെ ഒരു തർജ്ജമ അവർ ഏറ്റെടുത്തു. എല്ലാ ഈ ടെക്സ്റ്റ് ബുക്കുകൾ തർജ്ജമ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. ആദ്യം അത് തർജ്ജമ ചെയ്തു, ഈ മെഷീൻ ട്രാൻസ്ലേഷൻ ഒക്കെ ഉപയോഗിച്ചൊരു സംഗതി ചെയ്തു വെച്ചിരുന്നു. അതിനുശേഷം ഒരു വിദഗ്ധ സമിതി അത് പരിശോധിച്ചു. ഇത് പരിശോധിച്ചതിന് ശേഷവും അത് പുറത്തിറക്കാൻ കൊള്ളുമെന്ന് അവർക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ എഴുതുന്ന 3 പേരെ വിളിച്ചു. ആ കൂട്ടത്തിൽ ഒരാള് ഞാൻ കൂടിയായിരുന്നു. അപ്പോൾ ചെന്നിത് പരിശോധിച്ചു. അതിൽ പകുതിയിൽ അധികം ഭാഗവും റീട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. കാരണം ഈ ഗൂഗിൾ ട്രാൻസ്ലേഷനാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഈ പദാവലിയുടെ ഒരു പ്രശ്നമാണ് പലപ്പോഴും ശാസ്ത്രത്തിൽ പറയാറുള്ളത്. അതൊക്കെ കുറെ മാറ്റിയിട്ടുണ്ടെന്ന് പറയും. പണ്ട് കൊതനാങ്കം എന്ന് പറഞ്ഞ് അത് തിളയെന്നാക്കി സിംപ്ലിഫൈ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അവിടെ ഞാൻ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം പറയാം. സ്പിൻ കപ്ലിംഗ് എന്ന് ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്ന ഒരു സംഗതിയുണ്ട്. അത് അവിടെ എഴുതി വെച്ചിരുന്നത് ചക്രണ യുഗ്മന. അപ്പോ ചക്രണം ചെയ്യുന്നു എന്ന് മലയാളത്തിൽ നമ്മൾ എവിടെയും വായിച്ചിട്ടില്ല. ചക്രം തിരിയുക, കാലചക്രം തിരിയുക എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. അപ്പൊ തിരിയൽ എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിത ഭാഷയാവില്ല എന്ന് തോന്നിയിട്ടായിരിക്കും ചക്രത്തിന്റെ സ്വഭാവം ചക്രണം എന്ന് ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോ ഇത് എന്താ വെച്ചാൽ ഒരു കോമൺ ആയി എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും ഒരു പൊതു പദാവലി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. അതുപോലെയുള്ള മൊമെന്റവും സാധാരണ നിമിഷം എന്നുള്ള മൊമെന്റ് അല്ല, ഫിസിക്സിലെ മൊമെന്റവും അതിനുപയോഗിച്ചിരിക്കുന്ന ആഘൂർണനവും എന്താ ഇത് കൺവേ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അകന്നു പോകുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ലിവർ, അത് 8ാം ക്ലാസ്സിലും ഒക്കെ പണ്ട് പഠിച്ചിരുന്നതാണ്. അപ്പോൾ അടുത്ത വിഷയമായിട്ട് ഇപ്പോ മാഷ് പറഞ്ഞ കാര്യങ്ങള് വളരെ പ്രസക്തമാണ്. അതായത് നമ്മളിപ്പോ സയന്റിഫിക് ടെർമിനോളജി നമ്മൾ അനാവശ്യമായിട്ട് സംസ്കൃതവൽക്കരിക്കണോ അല്ലെ ഇംഗ്ലീഷിലാക്കണോ?
ഇപ്പം ഇംഗ്ലീഷിലുള്ള സയൻറ്റിഫിക് ലിറ്ററേച്ചർ പരിശോധിച്ച് കഴിഞ്ഞാൽ 60% ലത്തീൻ ഗ്രീക്കിൽ നിന്ന് ഉൾക്കൊണ്ട് കടം വാങ്ങിച്ചതാണ്. അപ്പോൾ സയൻറ്റിഫിക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഏത് ലാംഗ്വേജിലും, അത് ഫ്രഞ്ച് ആയാലും ഇംഗ്ലീഷ് ആയാലും ഒന്നാണ്. ഇപ്പോൾ ന്യൂമറോളജി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഇൻഡോ അറബിക് ന്യൂമറൽസ് ഇത് ലോകത്തെ എല്ലാ ഭാഷകളും അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ സാധാരണ സയൻറ്റിഫിക് ടെർമിനോളജി ഒരു യൂണിവേഴ്സൽ ടെർമിനോളജി ആയിട്ട് എല്ലാ രാജ്യത്തും ഉൾക്കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ സംഗീതമായ ശാസ്ത്ര പ്രപഞ്ചങ്ങൾ അവതരിപ്പിക്കുന്ന നമ്മുടെ ഇതിരൻ കതിരവൻ സാറിന് എന്ത് പറയാനുള്ളത്? താങ്ക് യു. ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് കിട്ടിയ പാംഫ്ലെറ്റിൽ നിന്ന് വായിച്ച് കാണുമ്പോൾ വളരെ തെറ്റിദ്ധാരണാജനകമാണ്. അപ്പം ഞാൻ സച്ചിദാനന്ദൻ മാഷോട് തന്നെ നേരിട്ട് ചോദിച്ചു, മാഷ എന്താ ഉദ്ദേശിച്ചത് ഇതുകൊണ്ട് മലയാളം വൈജ്ഞാനിക ഭാഷയോ എന്നൊരു ചോദ്യം ചോദിക്കുക. ഞങ്ങൾ പലരും മലയാളത്തിൽ വൈജ്ഞാനിക സയൻസ് എഴുതിയ ആൾക്കാരാണ്. ഞങ്ങളോട് തന്നെ വേണമായിരുന്നു ഈ ചോദ്യം എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. എന്താ ഇത് മലയാളം വിജ്ഞാന ഭാഷയൊന്നും ഇപ്പോഴും എന്തോ 2024 ചോദിക്കുന്ന ചോദ്യമാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതല്ല ഉദ്ദേശിച്ചത്, മലയാളം എങ്ങനെ ഒരു വൈജ്ഞാനിക ഭാഷയായി, എങ്ങനെ നമ്മൾക്കത് കൂടുതൽ വൈജ്ഞാനിക ഭാഷയായി മാറ്റാമെന്നുള്ളേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന് അറിയാം, എന്നെക്കാളും അറിയാം അദ്ദേഹത്തിന് മലയാളം വൈജ്ഞാനിക ഭാഷ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം കേസരി ബാലകൃഷ്ണപിള്ളയുടെ കാലത്ത് തന്നെ വൈജ്ഞാനികമായിട്ട് എഴുതിയിരുന്നതാണ്. ജോസഫ് മുണ്ടശ്ശേരി നിങ്ങൾക്കറിയാവുമെന്ന് അറിയാൻ വയ്യ, അദ്ദേഹം ഒരു വൈജ്ഞാനിക, അത് ഫിസിക്സിൽ ഡിഗ്രി ഉള്ളയാളാണ് ജോസഫ് മുണ്ടശ്ശേരി. പല മലയാള എഴുത്തുകാർക്കും ഫിസിക്സിലും സുവോളജിയിലും ബയോളജിയും ഡിഗ്രി ഉള്ളതാണ്. KP അപ്പന് സുവോളജിയിലൊക്കെയാണ്. വൈജ്ഞാനികൾക്ക് ഞാൻ പറഞ്ഞു വരുന്ന മുണ്ടശ്ശേരി ഒന്നാമതരമായിട്ട് മലയാളത്തിൽ വൈജ്ഞാനിക ഭാഷ നിർമ്മിച്ചെടുത്തിയ ഒരാളാണ്. കേസരി കഴിഞ്ഞിട്ട് മുണ്ടശ്ശേരിയുടെ എത്രത്തോളം തണുപ്പിക്കാം എന്നൊരു അപാരമായ ലേഖനം ഞങ്ങൾക്ക് പണ്ട് സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മലയാളം വൈജ്ഞാനിക ഭാഷയൊന്നൊരു ചോദ്യമേ ഇല്ല വാസ്തവത്തിൽ. അത് മാറി ചോദിക്കുക, ആ ചോദ്യം നമ്മൾക്ക് മാറ്റി ചോദിക്കേണ്ടത് മലയാളം നമുക്ക് എങ്ങനെ ഒരു നല്ല വൈജ്ഞാനിക ഭാഷയാക്കി മാറ്റാം എന്ന തരത്തിൽ ആ ചോദ്യം മാറേണ്ടതാണ്. അത് ഇപ്പോൾ ഇവിടെ ചർച്ച തന്നെ അത് തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഈ അമേരിക്കയിൽ വന്നിട്ട് ഇത്രയ്ക്ക് നന്നായിട്ട് മലയാളം എഴുതുന്ന സാധിക്കുന്നത്? ഇവിടുത്തെ ആൾക്കാർക്ക് പോലും സാധിക്കുന്നില്ല. അമേരിക്കയിൽ വന്നിട്ട് എങ്ങനെ എഴുതുന്നു? കാരണം പൂർണ്ണമായിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ആളാ, എന്നാലും മലയാളം ഉപയോഗിക്കുന്നു. മലയാളത്തിൽ എഴുതാനുള്ള ഒരു ആവേശം കൊണ്ട് മലയാളം എഴുതുന്ന ആളാണ് ഞാൻ. എപ്പോഴും ആവേശമാണ് എനിക്ക് മലയാളം പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കേസരിയുടെ കാലത്തും മുണ്ടശ്ശേരിയുടെ കാലത്തും ആവിഷ്കരിക്കപ്പെട്ട വൈജ്ഞാനിക ഭാഷ പിന്നീട് നമ്മൾ പ്രസിദ്ധപ്പെട്ട ഡോക്ടർ K. ഭാസ്കരൻ നായർ ഒന്നാന്തരമായിട്ട് എഴുതി. മലയാളത്തിന് ഒരു ഏകദേശം കൃത്യമായി വൈജ്ഞാനിക ഭാഷ സംഭാവന ചെയ്ത ഡോക്ടർ K. ഭാസ്കരൻ നായർ ആയിരുന്നു. പിന്നീട് PT ഭാസ്കര പണിക്കർ എഴുതി, TMR പണിക്കർ എഴുതി, പ്രസന്ന രാജൻ മാതൃഭൂമിയിൽ എഴുതാറുണ്ട്. അതങ്ങനെ ഒരു പറ്റും ആൾക്കാർ നിരന്തരമായി കഴിഞ്ഞ ഒരു 60-70 കൊല്ലം, 70 അല്ല അത് കൂടുതൽ കൊല്ലം ജോലി ചെയ്ത് ഉരുത്തിരിഞ്ഞെടുത്ത മലയാള വൈജ്ഞാനിക ഭാഷയാണ് ഇപ്പോഴ് ഞങ്ങളൊക്കെ എഴുതുന്നത്. അതിന് പിൻപറ്റിയാണ്. കാരണം മലയാളത്തിൽ ഇപ്പോഴ് പ്രസാദ് പറഞ്ഞ വാക്കുകൾ തന്നെ ഇല്ല എന്നുള്ള സത്യമാണ്. വാക്കുകളില്ല. കാരണം ഞാൻ എഴുതുമ്പോൾ ഈവൻ ന്യൂറോൺ എന്ന വാക്ക് ഞാൻ ന്യൂറോൺ തന്നെ ഉപയോഗിക്കുകയാണ്. കാരണം നാഡീകോശം, ആരും എന്നോട് പറഞ്ഞു നാഡീകോശം എന്നത്, നാഡീകോശം എന്ന് പറഞ്ഞാൽ ആരും മനസ്സിലാകുകയില്ല. ന്യൂറോൺ എന്ന് പറഞ്ഞാൽ അതിലും പെട്ടെന്ന് മനസ്സിലാകുന്നു. ഇനിയും കുറേ വാക്കുകൾ നമുക്ക് കിട്ടാതെ വരുന്ന, ഞാൻ പലപ്പോഴും എഴുതുന്ന ഇൻഫ്ലമേഷൻ എന്ന വാക്കാണ്. ഇൻഫ്ലമേഷൻ ഇതുവരെ പറ്റിയ ഒരു മലയാള വാക്കില്ല. നിർവീക്കം എന്ന് പറയുന്നത്, നിർവീക്കം ഇൻഫർമേഷൻ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത് വൈജ്ഞാനിക ഭാഷയായി മാറേണ്ടതുണ്ടെങ്കിൽ നമ്മൾ പുതിയ വാക്കുകൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു കോളേജ് നടത്തിയ ടോക്കിൽ 2 പേര് അന്ന് ചോദിച്ച ചോദ്യം, ഈ പുതിയ വാക്കുകൾ, ഞാൻ കുറേ പുതിയ വാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മലയാളത്തിൽ. ക്ഷമിക്കണം, മലയാളത്തിൽ പുതിയ വാക്കുണ്ടാക്കാൻ പ്രാപ്തനൊന്നുമല്ല ഞാൻ, അബദ്ധം പറ്റിയതാണ്, നിർവാഹമില്ല ചെയ്തു പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തത്തുല്യമായ സംസ്കൃത വാക്ക് നോക്കിയിട്ട് അതിനെ മലയാളീകരിച്ചതാണ് എന്ന് ഞാൻ പറയും. കാരണം പല ഇംഗ്ലീഷ് വാക്കുകൾക്കും അല്ലെങ്കിൽ വിജ്ഞാന ഭാഷ സയൻസ് എഴുതണമെങ്കിൽ മലയാള വാക്കുകൾ കണ്ടുപിടിക്കാൻ ഞാൻ നേരെ സംസ്കൃത ഡിക്ഷണറിയിൽ നിന്ന് സംസ്കൃത വാക്ക് നോക്കിയിട്ട് അതിനെ ഒന്ന് നനയിച്ച് ലയിപ്പിച്ചെടുത്ത് മലയാളമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് എത്ര പെട്ടെന്ന് പിടികിട്ടുകയല്ല സംസ്കൃത വാക്കാണെന്ന്. അങ്ങനെ ചില പുതിയ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നു. പക്ഷെ അത് ഇതുവരെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല, ഭാഗ്യത്തിന്. അപ്പോൾ പറഞ്ഞു വരുന്നത് വൈജ്ഞാനിക ഭാഷ ഇനിയും നമ്മളിത്
മെച്ചപ്പെടുത്തി വരുത്തുന്നത് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. അതാണ് ഇതിൽ എന്നാണ് സച്ചിദാനന്ദ മാഷ് പറഞ്ഞത്. അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കും, ഇതെങ്ങനെ വിജ്ഞാന ഭാഷയാക്കി ഇനി മെച്ചപ്പെടുത്തി എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം നേരത്തെ ചോദിച്ച പോലെ ഇത് എഴുതിയാൽ ആര് വായിക്കും എന്നൊരു ചോദ്യമുണ്ട്. കുട്ടികൾ മലയാളം വായിക്കാൻ പോവുകയാണെന്ന് വെച്ചാൽ, പക്ഷെ ആ ചോദ്യമോട് സംഗതമല്ല. കാരണം നമ്മളിപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഈ മലയാള ഭാഷയെക്കുറിച്ചുള്ള ഒരു ഫെസ്റ്റിവൽ നടത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് മലയാളത്തിൽ എഴുത്ത്, മലയാളത്തിൽ അത് എന്തുമാകട്ടെ, അത് ഡിറ്റക്റ്റീവ് നോവലാകട്ടെ, ഫാൻറ്റസി ആകട്ടെ, കവിതയാകട്ടെ, ചരിത്രമാകട്ടെ, മലയാളത്തിൽ എഴുതപ്പെടണം എന്നുള്ളത് നമുക്കറിയാം. കാരണം അതിഗംഭീരമായ ഫെസ്റ്റിവലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. KLF കോഴിക്കോട് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴിത് മലയാള ഭാഷ ഫെസ്റ്റിവലാണിത്. അടുത്തോടെ മാതൃഭൂമിയുടെ ഫെസ്റ്റിവൽ ഇതാ വരുന്നു തിരുവനന്തപുരത്ത്. അപ്പം മലയാളം ഇങ്ങനെ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. മലയാള ഭാഷ, അതിലെ സാഹിത്യം, ഇതെല്ലാം. അപ്പോൾ വൈജ്ഞാനിക ഭാഷ തീർച്ചയായിട്ടും വൈജ്ഞാനിക മലയാളത്തിലെ പോലെ എഴുതപ്പെടും, അത് വായിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ അത് വായിക്കുമോ എന്ന് ചോദിച്ചാൽ അവർ കുറച്ച് മുതിർന്ന് വരുമ്പോൾ തീർച്ചയായും വായിക്കും. അവർ പാഠപുസ്തകത്തിൽ വരുമോ എന്നറിയാൻ വയ്യ. പക്ഷേ ചില പോസിറ്റീവ് കാര്യങ്ങൾ, ഋണാത്മകമായ അല്ലാത്ത ചില പോസിറ്റീവ് കാര്യങ്ങൾ ഇയാളെ ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഒരു BA മലയാളമാണോ കോളേജിലുള്ള ഒരു മലയാളത്തിൻ്റെ സിലബസ് തയ്യാറാക്കുന്ന ഒരു കമ്മിറ്റിയിലുള്ള ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചു, എൻ്റെ ചില ലേഖനങ്ങൾ അവരുടെ സിലബസിൽ ഉൾപ്പെടുത്തിക്കോട്ടെ എന്നുള്ള. ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ ലേഖനങ്ങൾ, ഞാൻ മേനി പറയല്ല, എൻ്റെ എഴുത്ത് നല്ലതാണെന്നൊന്നും പറയല്ല, പക്ഷേ ഞങ്ങളിപ്പോൾ എഴുതുന്നവരുടെ ലേഖനങ്ങൾ സിലബസിൽ പെടുത്തുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. എൻ്റെ ലേഖനം എടുത്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇത് സിലബസിൽ പെടുത്തപ്പെടുന്നു എന്നുള്ളത് ഒരു വളരെ നല്ല കാര്യമാണ്. അവിടെ വരെ എത്തി. അപ്പോൾ വൈജ്ഞാനിക ഭാഷ തീർച്ചയായും നമുക്ക് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ക്ലിഷ്ടത ധാരാളമുണ്ട്. പക്ഷേ അതിലേക്കുള്ള വഴിയാണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾ 7 പേര് നേർന്നിരിക്കുന്ന തന്നെ അതുകൊണ്ടാണ്. അപ്പൊ ഇത് അടുത്ത നമ്മൾ പോവാം. അതായത് മാഷ് പറഞ്ഞത്, മാഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം, മലയാളത്തിൽ വിജ്ഞാന വിതരണം സാധ്യമാണ്. അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹം ചെയ്യുന്നുണ്ട്. വളരെ സങ്കീർണമായ വിഷയങ്ങളാണ് അദ്ദേഹം പുസ്തക രചനയിലൂടെ നമുക്ക് അറിവിൽ ലഭിക്കുന്നത്. എന്നാൽ അപ്പോൾ അതേ സമയത്ത് പ്രസാദ് മാഷിന്റെ ചോദ്യം കൂടി ഇപ്പോഴും പ്രസക്തമാണ്. ഇപ്പോൾ ഒന്ന് ഈ നമ്മുടെ പോക്കർ മാഷിനോട് ചോദിക്കാനുള്ളത്, ഈ മലയാളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സംസ്കൃതവൽക്കരിക്കുന്നത് യഥാർത്ഥത്തിൽ നടക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു ഇതുപോലെ സങ്കീർണമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്. ഒന്ന് ഇംഗ്ലീഷ് വാക്ക് തന്നെ അപ്പാടെ സ്വീകരിച്ചേ പോരാ. കാരണം ഇംഗ്ലീഷ് ഒരിക്കലും നമ്മുടെ ഭാഷകളിലെ എല്ലാ വാക്കുകളും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുരു അവർ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി സാമ്പാർ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വാക്കുകൾ നമ്മുടെ സൃഷ്ടിക്കൽ യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ? ഒരു അന്താരാഷ്ട്ര ഒരു യൂണിവേഴ്സൽ ടെർമിനോളജി എല്ലാ ലോകത്തും പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സയൻറ്റിഫിക് ടെർമിനോളജി, ഇപ്പോൾ കെമിക്കൽ നെയിംസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിംസ് എടുത്ത് നോക്കിയാൽ അത് ലറ്റിൻ ഗ്രീക്ക് ബേസ്ഡാണ്. അപ്പോൾ അൽഗാരിതം എന്ന് പറഞ്ഞാൽ അറബിക് വാക്കാണ്. അപ്പോൾ ആൽഫബറ്റ് അറബിക്ക. അപ്പോൾ അങ്ങനെ തന്നെ അറബിക്കായാലും എല്ലാം ഇംഗ്ലീഷ് സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ മലയാളം ഇംഗ്ലീഷ് വാക്കുകളും ഗ്രീക്ക് വാക്കുകളും സ്വീകരിക്കാനുള്ള തടസ്സം എന്തുവാ? അപ്പോൾ ഇത് നമുക്കൊരു പ്രയാസമായിട്ട് മാറുന്നില്ലേ? ഈ ഭാഷാശുദ്ധി യഥാർത്ഥത്തിൽ നല്ലതാണ്. അടിസ്ഥാനപരമായി നമ്മുടെ സമീപനത്തിൻ്റെതാണ് പ്രശ്നം. ഭാഷ എന്നുള്ളത് ഒരിക്കലും സ്ഥായിയായ ഒരു പ്രതിഭാസമല്ല. ഭാഷ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം പോലെ തന്നെ ഭാഷയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അരിസ്റ്റോട്ടിൽ ചെടികളെക്കുറിച്ച് പഠിക്കുന്ന കാലത്ത് അതിൻ്റെ വർഗീകരണം മാത്രമാണ് മുമ്പിലുണ്ടായിരുന്നത്. കാരണം പൂവുണ്ടാവുന്ന ചെടി, കായുണ്ടാവുന്ന ചെടി, ഒറ്റ കുരുവുള്ള ചെടി, ഇരട്ടക്കുരുവുള്ള ചെടി, ഇങ്ങനെ വർഗീകരണമാണ്. പക്ഷെ ഇന്നിപ്പം ചെടിയെക്കുറിച്ച് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓരോ കോശം, ആ കോശത്തിനകത്തുള്ള ഒരുപാട് സങ്കീർണതകൾ, ഇതൊക്കെ ശാസ്ത്രീയമായി നമ്മളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ജ്ഞാനോൽപാദനത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ ഒരുപാട് പദാവലികൾ. അപ്പോൾ മുമ്പ് ഒരു ഇലയെക്കുറിച്ച് പറയുന്ന പോലെ ഇപ്പം ഇലയെ തന്നെ കീറി മുറിച്ച് അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, മൈറ്റോകോൺഡ്രൈറ്റിസ് ഉണ്ട്, അങ്ങനെ സൈറ്റോപ്ലാസം ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അത് ചെടിയിലായാലും ശരി, മനുഷ്യരായാലും ശരി, മറ്റ് ജീവജാലങ്ങളിലായാലും ശരി. അപ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള സാങ്കേതിക പദങ്ങൾ എന്നുള്ളത് ഓരോ വിഷയത്തിനും പ്രത്യേകം തന്നെയാണ്. അതിപ്പോൾ എല്ലാ നാട്ടിലെ മുഴുവൻ ആളുകളും എല്ലാ വിഷയവും പഠിക്കാറില്ല, പഠിക്കേണ്ട ആവശ്യമില്ല.
രണ്ട് തരത്തിൽ നമ്മുടെ നോളജ് എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത് പല തലങ്ങളിലുണ്ടല്ലോ. അപ്പം അതിൽ നമ്മളിപ്പോൾ കെമിസ്ട്രി പഠിക്കുന്ന ആൾ കെമിസ്ട്രി മാത്രമല്ലേ പഠിക്കേണ്ടുള്ളൂ. അയാൾക്കല്ലേ ഈഥൈൽ ആൽക്കഹോളും മീഥൈൽ ആൽക്കഹോളും വേർതിരിച്ചറിയേണ്ടതും അത് അതിൻ്റെ രാസപരമായിട്ടുള്ള കാർബൺ എത്രയുണ്ട്, ഹൈഡ്രജൻ എത്രയുണ്ട്, ഓക്സിജൻ എത്രയുണ്ട് എന്നൊക്കെ പഠിക്കുന്നുള്ളൂ. അത്രയല്ലേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ ഓരോ വിഷയത്തെയും അവലംബിച്ച് ഭാഷകളുണ്ടാവും. അതിനനുസരിച്ച് ഭാഷകളിൽ പദാവലികൾ ഉണ്ടാവും. ഇല്ലാത്തവ ഉണ്ടാക്കും. ലോകത്തെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണോ? ഇപ്പോൾ യൂറോപ്പിൽ ഇപ്പം നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ള കാര്യം അത് തന്നെയാണല്ലോ. പദാവലികൾ ഇപ്പം ഇംഗ്ലീഷിൽ നിന്ന് സ്വീകരിക്കാം, ലാറ്റിനിൽ നിന്ന് സ്വീകരിക്കാം, സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിക്കാം, തമിഴിൽ നിന്ന് അതിനേക്കാളെല്ലാം ഉപരി സ്വീകരിക്കാം. നമ്മുടെ തന്നെ ജീവിത പരിസരത്ത് ഏതെങ്കിലും തരത്തിൽ ലഭ്യമായിട്ട് ഈ തിണനില എന്നൊക്കെ ഉള്ളത് വാസ്തവത്തിൽ അങ്ങനെ മാറ്റുന്നത് അസംബന്ധമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മൾ ഒരു സാങ്കേതിക പദം ഇംഗ്ലീഷിൽ പഠിക്കുന്ന പോലെ തന്നെയാണ് മലയാളത്തിലും. അത് പഠിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി പിന്നീട് അത് ഉപയോഗിക്കും. അത് അതിൻ്റെ ആവശ്യം. പക്ഷെ ഇവിടെയുള്ള മെയിൻ പ്രശ്നം അതൊന്നുമല്ല. നമ്മൾ ഇന്ത്യയുടെ പൊതു സാഹചര്യത്തിലാണ് പഠിക്കുന്നത്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസം എന്നുള്ളത് ഇന്ത്യയിലേക്കോ വിദേശത്തേക്കോ ഒക്കെ വേണ്ടി തയ്യാറാക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഈ പദാവലികളൊക്കെ തലയെ കയറ്റിയിട്ട് ഇദ്ദേഹം നീറ്റ് എഴുതാനും എഴുതാനും അങ്ങനെ അഖിലേന്ത്യാ തലത്തിലോ അല്ലെങ്കിൽ ലോക തലത്തിലോ ഉള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ നമ്മുടെ ഉൽപാദന വിതരണ ശൃംഖലയൊക്കെയായി ബന്ധപ്പെട്ടാണ് വാസ്തവത്തിൽ ഭാഷ വികസിക്കുന്നത്. ഭാഷ ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ യുക്തിഭാഷ എന്നുള്ള ബുക്ക് 1530 പ്രസിദ്ധീകരിച്ച, അതായത് തുഞ്ചത്ത് എഴുത്തച്ഛനൊക്കെ ഈ സാഹിത്യത്തിൻ്റെ മണ്ഡലത്തിൽ ക്ലാസിക്കുകളുടെ മണ്ഡലത്തിൽ പരിഭാഷ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് യുക്തിഭാഷ. യുക്തിഭാഷ നമ്മൾ വായിച്ചു നോക്കിയാൽ ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപടി പദാവലികൾ അതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ കാലത്തിനനുസരിച്ച് അത് ആധുനിക വൈജ്ഞാനിക മണ്ഡലത്തിന് പൊരുത്തപ്പെടുന്ന ഒരു പുസ്തകമാണെന്ന് അർത്ഥമില്ല. പക്ഷേ മലയാള ഭാഷ 1530-കളിൽ തന്നെ ഇതുപോലെ ഉപയോഗിച്ചെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇതിനുള്ള പദാവലികൾ, ഇതിനുള്ള സാധ്യതകൾ, ഇതിനുള്ള ഭാഷാപരമായിട്ടുള്ള മറ്റ് സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പദാവലിയുടെ കാര്യം നമ്മൾ സ്വീകരിക്കുന്നു, അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് മലയാളത്തിൽ നമ്മൾ ഇംഗ്ലീഷിലെ ഒരു പേജ് എഴുതുന്ന സാധനത്തിന് നമ്മൾ മലയാളത്തിൽ 1.5 പേജ് എഴുതണം. ഇപ്പം ബൈബിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മലയാളത്തിലെ ബൈബിളും അതിൻ്റെ തർജ്ജിമയായിട്ടുള്ള ഇംഗ്ലീഷ് ബൈബിളും നോക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബൈബിളിൻ്റെ 1.5 സൈസായിരിക്കും നമ്മുടെ മലയാളത്തിൻ്റെ ബൈബിൾ. ഇപ്പോൾ മെഡിസിൻ ബുക്ക് നോക്കി കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് കഴിഞ്ഞാൽ 100 പേജുള്ള സാധനം 150 പേജ് എഴുതണം. ഇത് ഞാൻ യഥാർത്ഥത്തിൽ എന്നെ കണ്ടുപിടിച്ചതാണ്. ഞാൻ സാപ്പിയൻസിൻ്റെ പുസ്തകം ഞാൻ വാങ്ങിച്ചിട്ട് മലയാളവും ഇംഗ്ലീഷും തമിഴും എല്ലാ ഭാഷയിലും വരുത്തി നോക്കി. ആ സാപ്പിയൻസിൻ്റെ ഭാഷ നോക്കിയ സമയത്ത് ഇംഗ്ലീഷിൻ്റെ പേജ് 400 പേജാണെങ്കിൽ ഹിന്ദിയിൽ ഒരു 350 പേജേ ഉള്ളൂ. കാരണം ഹിന്ദി അക്ഷരങ്ങൾ കുറച്ചുകൂടി കോമ്പാക്റ്റാണ്, തെലുങ്ക് അക്ഷരങ്ങളും വളരെ കോമ്പാക്റ്റാണ്. നമ്മൾ കാണുന്ന സമയത്ത് വല്ല ജിലേബി പോലെ ഇരിക്കുന്നു. അതും ആക്ച്വലി 350 പേജേ ഉള്ളൂ. പക്ഷെ മലയാളത്തിനടുത്ത് നോക്കിയാൽ അത് 400 പേജ് 500 പേജായിട്ട് മാറുന്നു, തമിഴിൽ 500 പേജായിട്ട് മാറുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഭാഷാ ലിപി ഒരു പ്രശ്നമല്ലേ? കാരണം നമ്മൾ സയന്റിഫിക് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്തും അതൊക്കെ പറയാൻ കാരണം, ലോകത്ത് സങ്കീർണമായ ലിപി വ്യവസ്ഥ ഉള്ള ചൈനീസും അതുപോലെ ജാപ്പനീസും എടുത്ത് നോക്കിയാൽ എല്ലാ ഭാഷകളിലും റോമൻ ലിപി സ്വീകരിച്ചിട്ടുണ്ട്. അവർ സമാന്തരമായി ഇപ്പൊ ചൈനക്കാർ കുട്ടികൾ 140 കോടി കുട്ടികൾ, ചൈന കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവർ LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് തുടങ്ങുന്നത് പിന്നീന്ന് പറഞ്ഞ റോമൻ ലിപിയിലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ലിപി പഠിക്കുന്നത്. അത് 1950 തന്നെ മാവോ വന്ന സമയത്ത് റോമൻ ലിപി മാനകീർണമാക്കി. അതുപോലെ ലോകത്ത് എല്ലാ സ്ഥലത്തും റോമൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ മംഗ്ലീഷ് എന്ന് വളരെ വളരെ പറയുന്ന സാധനം യഥാർത്ഥത്തിൽ നമുക്കത് മാനകീകരിക്കണ്ടേ, അത് നിലവറപ്പെടുത്തണ്ടേ, അതുപോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗമായിട്ട് മാറണ്ടേ. ഈ മംഗ്ലീഷിനെ കുറിച്ച് എന്താണ് നിങ്ങൾ പറയാനുള്ളത്? മംഗ്ലീഷ് എന്നുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പദങ്ങൾ പലപ്പോഴും നമുക്ക് പുതുതായിട്ട് കോയിൻ ചെയ്യാം. നിയോളജിസം എന്നുള്ള എല്ലാ ഭാഷയിലും ഒരു പ്രതിഭാസമാണ്, മലയാളത്തിൽ മാത്രമല്ല. അതേസമയം ഇംഗ്ലീഷിൽ നിന്ന് ചില പദങ്ങൾ നമ്മൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ നിന്ന് സ്വീകരിക്കുകയോ ചെയ്യുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്നാണ് എനിക്ക്. ലിപി സമാന്തരമായ ലിപി സംവിധാനം ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ചോദിച്ചു. സമാന്തരമായ പുതിയൊരു ലിപി ഉണ്ടാക്കാതെ തന്നെ ഇത് സാധ്യമല്ലേ എന്നല്ല. പുതിയ ലിപിയല്ല, റോമൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും ലിപി സംവിധാനങ്ങൾ സമാന്തരമായ റോമൻ ലിപി ഉണ്ട്.
ജാപ്പനീസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ആക്ച്വലി റോമൻ ലിപി പഠിക്കുന്നുണ്ട്. റോമൻ ലിപിയിൽ ടൈപ്പ് ചെയ്തിട്ടാണ് ജാപ്പനീസ് എഴുതുന്നത്. ചൈനക്കാർ അങ്ങനെയാണ്, കാരണം സങ്കീർണമായ ലിപി. ഇപ്പം നമുക്കെടുത്ത് നോക്കിയാൽ വളരെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ഈ അമ്മ എന്ന് പറഞ്ഞാൽ AMMA അമ്മ എന്ന് അടിച്ചിട്ടാണ് ഇംഗ്ലീഷ് മലയാളത്തിലാക്കുന്നത്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻഫോർമലായിട്ട് ചെയ്യുന്ന കാര്യം സ്കൂൾ തലത്തിൽ ഇത് നിലവാരപ്പെടുത്തിട്ടില്ല, അംഗീകരിക്കുന്നില്ല, ഔദ്യോഗിക അംഗീകാരം കിട്ടിയിട്ടില്ല. അപ്പൊ ഔദ്യോഗിക അംഗീകാരം കിട്ടുന്നത് നല്ലതല്ലേ? അതെ അതെ, തീർച്ചയായും ഔദ്യോഗിക അംഗീകാരം ഉണ്ടാവുന്നതും യൂണിക്കോഡ് ഉണ്ടാവുന്നതും ഒക്കെ നല്ലത് തന്നെ. നമ്മുടെ കുട്ടികൾ മുഴുവനും പുറത്ത് വിദേശത്ത് പഠിക്കുന്ന സമയത്ത് മലയാളികളായിട്ടുള്ള വിദേശി മലയാളികൾ അവർക്ക് നമ്മുടെ ഗ്രന്ഥലിപി പഠിച്ച് മലയാളം പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സിമ്പിൾ റോമൻ ലിപി ഉപയോഗിച്ച് മലയാളം പഠിക്കുന്നതാണ്. അത് അല്ല, ഇതുപോലെ സാങ്കേതിക പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് പരിഹരിക്കാവുന്നേ ഉള്ളൂ. അതേസമയത്ത് നമ്മളൊരു സമീപനം മാറ്റേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ തന്നെ സ്റ്റാറ്റിക്കായി നിൽക്കുന്ന ഒരു പ്രതിഭാസമാണെന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ ആദ്യം ഒഴിവാക്കണം. കാരണം ഭാഷ വികസിച്ചുകൊണ്ടിരിക്കും, പുതിയ പദാവലികൾ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ എന്തോ അബദ്ധമാണ്, ഒരു പുതിയ വാക്ക് കോയിൻ ചെയ്ത് വലിയൊരു അബദ്ധമാണ് എന്നൊക്കെ ആദ്യമൊക്കെ പറയും. എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായ ഒരു അനുഭവം, എൻ്റെ ആദ്യത്തെ പുസ്തകം 96 വന്നപ്പോൾ ആധുനികോത്തരതയുടെ കേരളീയ പരിസരം EMS അതിനൊരു റിവ്യൂ എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം പുസ്തകത്തിന് പുതിയ കാര്യങ്ങളൊക്കെ പറയുന്ന പുസ്തകമെന്നൊക്കെ അനുകൂലമായി തന്നെയാണ് എഴുതിയിരുന്നത്, സ്ഥിരമായി എഴുതുന്ന ദേശാമാനി പങ്ക്തിയിൽ. പക്ഷെ അവസാനത്തെ പാരഗ്രാഫിൽ അദ്ദേഹം എഴുതി, ഇതിൻ്റെ പല വാക്കുകളും തത്സമയ ഇംഗ്ലീഷ് വാക്കുകൾ നോക്കി മനസ്സിലാക്കേണ്ടി വന്നു, അതുകൊണ്ട് ഈ ഭാഷ ലളിതവൽക്കരിക്കണം. അത് EMSന്റെ കാഴ്ചപ്പാടിലത് ശരിയാണ്. കാരണം നമ്മൾ ഏത് വായനക്കാരെയാണ് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ അത് ശരിയാ. അതേസമയത്ത് നമ്മളൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന, ഇപ്പൊ കെമിസ്ട്രി പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഫിലോസഫി പഠിക്കുന്ന ഒരു കുട്ടി, അവരൊരുപാട് സാങ്കേതിക പദങ്ങൾ പഠിക്കും. ആ സാങ്കേതിക പദം ഇപ്പോൾ സാർത്രനെ കുറിച്ച് പഠിക്കുകയാണ്, അല്ലെ ഹെഗലിനെ കുറിച്ച് പഠിക്കുകയാണ്, ഈവൻ മാർക്സിനെ കുറിച്ച് പഠിക്കുക. അപ്പോൾ പഠിക്കുന്ന പദാവലികളൊന്നും സാധാരണ പബ്ലിക്കിൽ ഡിസ്കോഴ്സിൽ ആ അർത്ഥത്തിൽ വരുന്നില്ല. അപ്പം ഇത് രണ്ട് തലത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ ബഹുതലങ്ങളിലാണ് നമ്മളുടെ ഭാഷാ വ്യവഹാരങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെല്ലാം ഒരു പ്ലെയിനിൽ ഒറ്റ ബ്ലാങ്കറ്റ് ഇതിലെ അകത്ത് നോക്കി കാണുന്ന പഴയ ഒരു കാഴ്ച ഉണ്ടല്ലോ, ആധുനികത ഉൽപ്പാദിപ്പിച്ച ഒരു കാഴ്ചപ്പാടാണത്. അതിൻ്റെ അകത്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇത് തെറ്റും അത് ശരിയും, ഇത് മാത്രം ശരി അല്ലെങ്കിൽ അത് മാത്രം ശരി എന്ന ഒരു തോന്നലുണ്ടാവും. ഇവിടെ ഇപ്പോൾ ഉയർന്നു വന്ന ചില കാര്യങ്ങൾ, ഒന്ന് ഇപ്പോൾ ഇതിലും സൂചിപ്പിച്ചു, ഇതിൻ്റെ ഒരു വിഷയം തന്നെ മലയാളം വിജ്ഞാന ഭാഷയോ എന്നുള്ള ഒരു സന്ദേഹമാണ്. അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ എന്ന് കരുതുന്നു. രണ്ടാമത് വന്നത് ഒരു നാമപദങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ മൂന്നാമത്തേത്, ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ്, ഇപ്പോൾ പ്രസാദ് ഉന്നയിച്ച ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വായിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം, അത് പറയാമെന്ന് കരുതുന്നു. സമയമുണ്ടെങ്കിൽ വ്യവഹാരത്തിൽ എങ്ങനെയാണ് മലയാളം സംസാരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി, ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നേരത്തെ ഇപ്പോൾ പോക്കർ മാഷ് പറഞ്ഞ പോലെ മലയാളം വിജ്ഞാന ഭാഷയോ എന്നുള്ളതിന് ഉത്തരം 16-ാം നൂറ്റാണ്ടിലേക്ക് അതിന്റെ വേരുകൾ ആഴ്ന്നു കിടക്കുന്നുണ്ട്. യുക്തിഭാഷ എന്നുള്ള കാര്യം പറഞ്ഞത്, അതിന്റെ പ്രാധാന്യം ഒരു അതിവിശിഷ്ടമായിട്ടുള്ള ഗണിത ഗ്രന്ഥമാണ്. അതിലുള്ള കാൽക്കുലസ്, അതുപോലെ അനന്തശ്രേണി, ഇൻഫിനിറ്റ് സീരീസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോ അത് കഴിഞ്ഞ് 150-200 കൊല്ലം കഴിഞ്ഞിട്ടാണ് യൂറോപ്പിൽ അത് ന്യൂട്ടനും ലെബനിസും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിത് മനസ്സിലാക്കിയപ്പോൾ, ഇതിന്റെ ശരിക്കും ഒറിജിനൽ ഉള്ളത് യുക്തിഭാഷയിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ആ സീരീസുകളൊക്കെ പുനർനാമകരണം ചെയ്തു. ന്യൂട്ടൺ സീരീസ് അവര് മാധവ ന്യൂട്ടൺ സീരീസ് ആക്കി, മാധവ ലെബനീസ് സീരീസ്, മാധവ ഗ്രിഗറി ലെബനീസ് സീരീസ്, ഇങ്ങനത്തെ സീരീസുകളാക്കി അവര് അത് അംഗീകരിച്ചു. കാരണം ഇതിന്റെ അറിവുകൾ ആദ്യമായിട്ട് വന്ന ഒരു പുസ്തകം മലയാള ഭാഷയിലാണ്. അതായത് ഈ പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഗണിതശാസ്ത്രം എന്ന അതിപ്രധാനമായ ഒരു വൈജ്ഞാനിക ഒരു വിഷയത്തിന്റെ അതിപ്രധാനമായ ചില കണ്ടുപിടുത്തങ്ങൾ മലയാള ഭാഷയിലാണ് എന്നുള്ളതും, അതിന് കാരണക്കാരൻ സംഗമമാധവൻ എന്ന അതിന് മുന്നേ ജീവിച്ചിരുന്ന 13-14 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഇരിഞ്ഞാലക്കുടയിലാണെന്ന് പറയുന്നു. സംഗമമാധവനാണെന്നുള്ളതിന് നമുക്ക് അഭിമാനിക്കാം. തീർന്നില്ല, 17-ാം നൂറ്റാണ്ടിൽ ഹോർത്തൂസ് മലബാറിക്കസിലാണ് ആദ്യമായിട്ട് മലയാളം അടിച്ചു വരുന്നത്. ഇപ്പോ അതില് പണ്ടത്തെ എഴുത്ത് കോലെഴുത്തിലാണ് ഇട്ടിയച്ചുതൻ അതിന്റെ ആമുഖം എഴുതുന്നത്. അതുപോലെ ചെടികളുടെ പേരുകൾ 750-ൽ പരം ചെടികളുടെ പേര് എഴുതിയിരിക്കുന്നത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മലയാളത്തിലാണ്. അപ്പൊ മലയാളത്തിൽ നിന്നുള്ള അറിവ് ശേഖരിച്ച് അത് ആദ്യം പോർച്ചുഗീസിൽ എഴുതി, പിന്നെ ഡച്ചിൽ എഴുതി, പിന്നെ അന്നത്തെ പണ്ഡിത ഭാഷ ലാറ്റിൻ ആയതുകൊണ്ട് അത് ലാറ്റിനിൽ 12 വോള്യം പുറത്തിറക്കി.
പിന്നീട് നമുക്കറിയാം 330 കൊല്ലം കഴിഞ്ഞ് ഡോക്ടർ KS മണിലാൽ എന്ന ഒരു മഹാനുഭാവന്റെ ഒരു കഠിന പ്രയത്നം, 50 കൊല്ലത്തെ കഠിന പ്രയത്നം കൊണ്ട് അത് വീണ്ടും 2008 2003 ഇംഗ്ലീഷിലും 2008 മലയാളത്തിലും വന്നു. അപ്പൊ അതൊരു ചക്രം പൂർത്തിയാക്കി. ഒരു 3 നൂറ്റാണ്ട് കൊണ്ട് മലയാളത്തിൽ അന്നും എഴുതാൻ പറ്റും, ഇന്നും എഴുതാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ളത്. പിന്നെ ഒരുപാട് പശ്ചിമോദയ മാസികകളിൽ പിന്നീട് വന്ന നൂറ്റാണ്ടുകളിൽ അറബി മലയാളത്തിൽ, മണിപ്രവാളത്തിൽ, പശ്ചിമോദയം, മംഗളോദയം പോലത്തെ മാസികകളിൽ മിഷനറികൾ എഴുതിയ ടെക്സ്റ്റ് ബുക്കിനും വേണ്ടി അല്ലാതെയും എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ കൃഷിഗീത പോലെ പല കാലഘട്ടങ്ങളിൽ എഴുതിപ്പെട്ട കൃഷിഗീതയുണ്ട്, കണക്കുസാരുണ്ട്, ഇത്തരം ഒരുപാട് പുസ്തകങ്ങളുടെ മലയാളം ഉണ്ട്. പിന്നീട് ഈ പറഞ്ഞ പോലെ തുടർന്ന് വന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയൊക്കെ ഒരു ആഭിമുഖ്യത്തിലുണ്ടായ ഒരുപാട് മാസികകൾ, ഞങ്ങളുടെയൊക്കെ തലമുറ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് മിക്കവരും വായിച്ചു വളർന്ന ശാസ്ത്രകേരളം, ശാസ്ത്രഗതി, യുറീക്ക ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. പിന്നീട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരുപാട് 5000 തരം വിജ്ഞാന ഗ്രന്ഥങ്ങൾ അവർ 1968 മുതൽ ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ സാങ്കേതിക പദാവലികൾ അവരുണ്ടാക്കി, എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട്, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അത് അവർ എത്രത്തോളം നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതിന് ആ ചോദ്യം പ്രസക്തമാണ്. നാമപദങ്ങൾ നമ്മൾ വാശി പിടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ശരിക്കും നല്ല അർത്ഥം സ്ഫുരിപ്പിക്കുന്ന വാക്കുകൾ, ഇപ്പോൾ ഓക്സിജന്, പ്രാണവായു എന്നുള്ളത് വളരെ നല്ലൊരു പദമാണ്. ഇപ്പൊ എന്റെ സ്വന്തം ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ അക്ഷാംശം എന്നുള്ള പദം, ലോഞ്ചിറ്റ്യൂഡിന് അക്ഷാംശം, വളരെ നല്ലൊരു പദമാണത്. അത്തരം പദങ്ങൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അല്ലാത്തത് നമ്മൾ ഈ നാമപദങ്ങൾ കണ്ടുപിടിച്ചേ തീരുമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ അണു എന്നുള്ളത് പരമാണു, നമുക്ക് അറിയാം, കണാദൻ കണ്ടുപിടിച്ചു. സംസ്കൃതമാണെങ്കിൽ പോലും നമ്മൾ മലയാളത്തിൽ അണു എന്ന് ഉപയോഗിക്കുന്നു. അത് ഭേദിച്ച് കടന്നാൽ അതിലുള്ള ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ എല്ലാ ഭാഷയിലും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണ്. കാരണം യൂണിവേഴ്സലായിട്ട് ഇവിടെ ആരോ പറഞ്ഞ പോലെ പ്രാപഞ്ചികമായിട്ട് സയൻസിനൊരു ഭാഷയുണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുപോലെ അളവുകൾ നമുക്ക് മാനകീകരിക്കേണ്ടതുണ്ട്. പണ്ടത്തെ നാഴിക, വിനാഴിക, അല്ലെങ്കിൽ നാഴി, ഉരി, ഇത്തരം വാര, ഈ എന്താ പറയാ, അടി, ഇത്തരം പദങ്ങളൊക്കെ ഇപ്പോ ഭാസ്കര മാഷിന്റെ പാട്ടുകളിലൊക്കെ ഉള്ളൂ അല്ലെ. നാഴിയുരി, പാലുകൊണ്ട് നാടാകെ കല്യാണമൊക്കെ. പക്ഷേ SI യൂണിറ്റ്, സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വന്നതോടുകൂടി എല്ലാ അളവുകളും തൂക്കങ്ങളൊക്കെ നമ്മൾ മാനകീകരിച്ചു. അപ്പൊ അത് തന്നെയാണ് സയൻസിന് വേണ്ടത്. അതുകൊണ്ട് നാമപദങ്ങൾ ആലോചിച്ച് നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന ലിപി ഉണ്ടല്ലോ, അതെ, അപ്പോൾ ലോങ്കിറ്റ്യൂട്ടോ ലാറ്റിറ്റ്യൂട്ടോ എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ ആ റോമൻ ലിപിയിൽ ഉപയോഗിച്ചാൽ പോരാ. കാരണം എല്ലാ ലോകത്ത് വെസ്റ്റേൺ, ഫ്രഞ്ച്, സ്പാനിഷ് എല്ലാ ലോകത്തും ഉപയോഗിക്കുന്നു. ലാറ്റിറ്റ്യൂഡ് മലയാളത്തിൽ എഴുതാൻ ആവശ്യമുണ്ടോ? മലയാളത്തിൽ എഴുതുക. പക്ഷെ അത് അർത്ഥം സ്ഫുരിക്കുന്ന വാക്കുകളാണ്. ഇപ്പോൾ രേഖാംശം അല്ലെങ്കിൽ അക്ഷാംശം എന്ന് പറയുന്ന അക്ഷരങ്ങളെ ഭേദിച്ചു കൊണ്ടുപോകുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കുട്ടികൾക്ക് അർത്ഥം മനസ്സിലാവും. ഓക്സിജൻ, പ്രാണവായു, നമ്മൾ ശ്വസിക്കുന്ന വായുവാണ്. അത്തരം അർത്ഥം സ്ഫുരിക്കുന്ന വാക്കുകൾ നമ്മൾ എന്താ, ഭാഷാ മൗലികവാദം വേണ്ട, മലയാളം മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നും വേണ്ട. അതേസമയം മലയാള ഭാഷയ്ക്ക് ഇതിനൊന്നും ശേഷിയില്ല എന്നും അല്ലാതെ ഒരു മധ്യമ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇക്കാലത്ത് തോന്നുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പൊ വായിക്കുമെന്ന് ചോദിച്ചു. ഉദാഹരണമായിട്ട് പ്രസാദ് പറഞ്ഞ താപഗതികം എന്ന പുസ്തകമാണ്, തെർമോഡൈനാമിക്സിന്റെ. ഒരുപക്ഷെ അത്രയും ഉയർന്ന ഒരു സാങ്കേതിക പുസ്തകമല്ലാതെ, ഇപ്പൊ ഭൗമചാപം എന്ന പുസ്തകം സാങ്കേതികമാണ് എന്ന് തോന്നിയാലും, ഞാൻ എൻ്റെ സ്വന്തം അനുഭവം ആയതുകൊണ്ട് പറയാം, പക്ഷെ അത് മലയാളത്തിലായതുകൊണ്ട് മാത്രം വായിക്കുകയും മനസ്സിലാക്കുകയും എന്നെ വിളിച്ച് ചെയ്ത സാധാരണക്കാർ നിരവധിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് 5 എഡിഷനായി. ഇപ്പോൾ അതിൻ്റെ ഒരു സാമൂഹിക കാര്യത്തിന് അത് ഉപയോഗിച്ച കാര്യം കൂടി പറയാം. പുത്തൻവേലിക്കര എന്ന പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറാണ് എന്നെ വിളിച്ച് ഭൗമചാപം എന്ന കൃതിയിൽ നിന്ന് ഞങ്ങൾക്ക് ഉത്തേജനം കിട്ടിയിട്ട് ഞങ്ങൾ ഇതിന്റെ ഒരു സർവേ ചെയ്യാൻ പോവാണ് പുത്തൻവേലിക്കര പഞ്ചായത്തിന്റെ. കാരണം ഏറ്റവും അധികം കേരളത്തില് ബാധിക്കപ്പെട്ട പഞ്ചായത്തുകളിൽ ഒന്നായിരുന്നു 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ. കാരണം പുത്തൻവേലിക്കര ഒരു പ്രത്യേക സ്ഥലമാണ്, ചാലക്കുടി പുഴയും പെരിയാറും യോജിക്കുന്ന സ്ഥലമായതുകൊണ്ട് അതിന്റെ ഏകദേശം ഒരു ഭാഗം മുഴുവൻ ഈ 2 പുഴകളും യോജിച്ചിട്ടുള്ള വലിയ ഒരു ജലാശയമാണ്, മറ്റേ ഭാഗത്ത് ബാക്ക് വാട്ടേഴ്സ് ആണ്, ഈ കായലാണ്. അപ്പൊ ഈ ചുറ്റും വെള്ളം കിടക്കുന്നതുകൊണ്ട് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു, ഒരുപാട് കന്നുകാലികൾ മരിച്ചു. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, കുറെ അടിസ്ഥാന സൗകര്യങ്ങൾ, കെട്ടിടം പോലെ, റോഡ് പോലെ ഒക്കെ ഒലിച്ചുപോയി. അപ്പൊ അവര് ഇതിനു വേണ്ടിയിട്ട് അവരൊരു സർവേ നടത്താൻ തീരുമാനിച്ചു. പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ ലെവലുകൾ മാർക്ക് ചെയ്യാൻ, കടലിൽ നിന്ന് എത്ര ഉയർന്നു നിൽക്കുന്നു എന്ന് മാർക്ക് ചെയ്യാൻ. കാരണം ഇനിയൊരു പ്രകൃതി ദുരന്തം വരികയാണെങ്കിൽ പഞ്ചായത്തിനെ എങ്ങനെ രക്ഷിക്കാം എന്ന്
തീരുമാനിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് എന്നെ വിളിച്ചു, മാഡത്തിന്റെ ഈ പുസ്തകം വായിച്ചിട്ട് ഞങ്ങൾക്കൊരു ആശയം കിട്ടി, ഞങ്ങളിത് സർവേ ചെയ്യാൻ പോവാണ്. ഈ സർവേ ഒരുപാട് കാലമായിട്ടുണ്ട്, വെള്ളപ്പൊക്കം എല്ലാ പഞ്ചായത്തിലും വന്നിട്ട്. പക്ഷേ അവർ ഈ ഒരു പുസ്തകം വായിച്ച് ഉത്തേജിതരായിട്ടാണ് പഞ്ചായത്ത് മെമ്പർ എന്നെ വിളിക്കുന്നത്. ഒരുപക്ഷെ മലയാളത്തിലല്ലെങ്കിൽ ഈ പുസ്തകം അവർ വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളത്തിലായതുകൊണ്ട് മാത്രം. അതിൽ ഒരുപാട് ഇംഗ്ലീഷ് പദങ്ങളുള്ള ഒരു പുസ്തകമാണ്. അത് മലയാളം മാത്രമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ പേരുകൾ, അതുപോലെ എല്ലാ, കാരണം നാമപദങ്ങൾ അങ്ങനെയല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉപയോഗിച്ചൊരു പുസ്തകമാണ്. പക്ഷെ അത് ഒരുപാട് സാധാരണക്കാരിലേക്ക് അത് എത്തുകയും ഒരു സാമൂഹിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുകയും ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ മലയാള യൂണിവേഴ്സിറ്റിയുടെ കൾച്ചറൽ സ്റ്റഡീസിലെ അതൊരു ടെക്സ്റ്റ് ബുക്കാണ്, ഇപ്പോൾ സിലബസിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അതുപോലെ അതിനെ ആധാരമാക്കിയിട്ട് ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് ഡിസ്ട്രിക്ട് സയൻസ് എക്സിബിഷനിൽ അതിന് 1ാം സമ്മാനം കിട്ടി. അതുപോലെ തന്നെ പല സ്കൂളുകളിലും, മീനങ്കൽ ട്രൈബൽ സ്കൂളിലൊക്കെ ഈ പുസ്തകം ഇറങ്ങിയ ഉടനെ അവരുടെ സോഷ്യൽ ക്ലബ്ബിൽ അവതരിപ്പിച്ചു. ഇതെല്ലാം ഇത് ഭൗമചാപം മലയാളത്തിലായതുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ കോടതി വ്യവഹാരത്തെക്കുറിച്ച് മോഡറേറ്റർ പറഞ്ഞു, സാറ് പറയുണ്ടായിരുന്നു. അത് ഇന്നലെ ഞാൻ റേഡിയോയിൽ കേട്ടതാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അതിൽ പറഞ്ഞത്, ഉപഭോക്തൃ കോടതിയിൽ ഒരു വിധി വന്നാല് ആ ഉപഭോക്താവിന് ഇതെന്താന്ന് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ വേറൊരു വക്കീലിന്റെ സഹായം തേടണം. ഉപഭോക്തൃ കോടതികളിൽ ഇപ്പൊ വരുന്ന ഇത് ഉത്തരവുകൾ ഇംഗ്ലീഷിലാണ്. അപ്പൊ അത് വായിച്ച് മനസ്സിലാക്കുക, എന്താണ് ഇത്, എനിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് അറിയാൻ ഈ ആള് എന്ത് ചെയ്യണം, വക്കീലിന്റെ അടുത്ത് പോകണം. ആ ഒരു സ്ഥിതി മാറ്റണം. ഇന്നലത്തെ റേഡിയോയിൽ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഷ എന്ന് പറയുമ്പോൾ സമഗ്രമായിട്ട് വളരണമെങ്കിൽ അത് ദിവസേനയുള്ള ആശയവിനിമയത്തിന് ഉതകണം. 2 ഭാവനാ വ്യവഹാരം, ഭാവനാ സഞ്ചാരങ്ങൾ, ഇപ്പോൾ നോവൽ പോലെ, കഥ പോലെ, അത് തീർച്ചയായിട്ടും ഉതകുന്നുണ്ട്. കാരണം നമുക്കറിയാം, അതുകൊണ്ടാണ് ഈ 16ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം ഇപ്പോഴും പ്രസിദ്ധവും പ്രചാരം ഉള്ളതുമായി തീർന്നത്. അതേസമയം യുക്തിഭാഷ അത്രയൊന്നും ആൾക്കാർക്ക് അറിയില്ല. അത് മലയാളികൾക്ക് എന്നല്ല, ലോകത്തെങ്ങുമുള്ള മനുഷ്യർക്കുള്ള ഒരു ഭാവനാ സഞ്ചാരങ്ങളോടുള്ള ഒരു പ്രതിപത്തി കൊണ്ട് തന്നെയാണ്. പക്ഷേ വ്യവഹാരങ്ങളിൽ വിജ്ഞാനത്തിന് ഉതകണം, വ്യവഹാരങ്ങളിൽ വരണം. കോടതി വ്യവഹാരങ്ങളിൽ, ആസ്പത്രി വ്യവഹാരങ്ങളിൽ, ഉന്നത വിദ്യാഭ്യാസ, ഇവിടുത്തെ എത്ര PhD തീസിസ്, ഇവിടെ മൗലികമായിട്ട് അറിവ് ഉൽപ്പാദിപ്പിക്കുന്നത് PhD-കാരാണ്. പക്ഷേ ഇവിടെ എത്ര യൂണിവേഴ്സിറ്റികൾ PhD തീസിസ് മലയാളത്തിൽ വരുന്നുണ്ട്. അപ്പൊ മൗലികമായിട്ട് എങ്ങനെ പുസ്തകം ഉണ്ടാവും മലയാളത്തിൽ? അതാണ്. അപ്പോൾ അതിന്റെ ഒരു വ്യവഹാരങ്ങളിൽ ഇത് അധികം വരുന്നില്ല എന്നുള്ളതാണ്. അതില് ഭരണഭാഷ, മാതൃഭാഷ എന്ന് പറയുന്ന സർക്കാർ അതിൽ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാഡം, അതായത് സംഭവം എന്ന് പറഞ്ഞാല്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1835 വരെ ഇവിടെ പ്രാദേശികമായ ഇന്ത്യൻ ഭാഷകൾ ഉപയോഗിച്ചിരുന്നു. കഴിഞ്ഞ ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ഭാഷകള് ഉന്നത വിദ്യാഭ്യാസ മാധ്യമമായിട്ട് മാറ്റാമെന്ന് ഒരു സംവിധാനം കൊണ്ടുവന്നത്. എന്നാലും ഇതുവരെ ഇപ്പോഴാണ്, 1 വർഷം ആയിട്ടില്ല. അതിനു മുമ്പ് വരെ UGCയുടെ സിലബസ് അനുസരിച്ച് ഇംഗ്ലീഷിൽ മാത്രമേ നിങ്ങൾ പഠിപ്പിക്കാൻ പാടുള്ളൂ, എഴുതാൻ പാടുള്ളൂ എന്ന് സംവിധാനം ഉണ്ടായിരുന്നു. കേരള ചരിത്രമായാലും നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഇംഗ്ലീഷിലാണ്, UGC അനുവാദമല്ല. ഇപ്പൊ ആ സംവിധാനം മാറിയിട്ടുണ്ട്. അല്ല, സത്യത്തിൽ സാർ, ഇത് മലയാളം വിജ്ഞാന ഭാഷ അല്ലാത്തതിന്റെ പ്രശ്നമില്ല. അക്കാദമിക ലോകത്തിന് പുറത്ത് ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പൊ എതിരെ എഴുതുന്ന കാര്യങ്ങളുണ്ട്. എല്ലാവരും എല്ലാ മേഖലയിലും എഴുതുന്നു. അതായത് മീനാക്ഷി മാഡം ഒരുപാട് ഇതിന്റെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായും അതേ പുള്ളിക്കാരെ പറഞ്ഞത് മലയാളത്തിലെ ശാസ്ത്രരചനകൾ സാധ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഇനി മറ്റേ സീമ ശ്രീലയ മാഡത്തിന് എന്താണ് പറയാനുള്ളത്? മലയാള വിജ്ഞാന ഭാഷയോ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. വിജ്ഞാന ഭാഷ തന്നെയാണ് മലയാളം, അതിൽ സംശയമൊന്നുമില്ല. മലയാളത്തിൽ ഒരുപാട് ശാസ്ത്ര പുസ്തകങ്ങൾ, വിജ്ഞാനം എന്ന് വെച്ചാൽ ശാസ്ത്രം മാത്രമല്ല, ഞാനൊരു ശാസ്ത്ര എഴുത്തുകാരി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശാസ്ത്ര പുസ്തകങ്ങൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. പിന്നെ മലയാളത്തിൽ തന്നെ ശാസ്ത്രം പഠിപ്പിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളത്തിൽ ശാസ്ത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള അവസരം ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അത് ഹൈസ്കൂൾ വരെയോ +2 വരെയോ മാത്രം പോരാന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സർവകലാശാല തലത്തിലും ഉന്നത ബിരുദങ്ങളിലും ഒക്കെ തന്നെ മലയാളത്തിൽ ശാസ്ത്രം പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. ഇനി ശാസ്ത്രം വിനിമയം ചെയ്യാൻ പര്യാപ്തമായ ഭാഷയാണോ മലയാളം എന്ന് ചോദിച്ചാൽ അതെ എന്ന് തന്നെയാണ് ഉത്തരം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് ഒരു ഭാഷയിലേക്ക് കൂടുതൽ രചനകൾ ഉണ്ടാവുകയും സാങ്കേതിക വിദഗ്ധരും ഭാഷാ വിദഗ്ധരും ശാസ്ത്രത്തിൽ പാണ്ഡിത്യമുള്ളവരും ഗവേഷകരും ഒക്കെ കൈകോർത്ത് കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ പണ്ട് കാലത്ത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയൊക്കെ പുസ്തകങ്ങൾ
എന്താണ് സംസ്കൃത ജടിലമായ ഗ്രഹിക്കാൻ പ്രയാസമുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ശാസ്ത്രരചനകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ തന്നെ ലളിതമായും സരസമായും ഒക്കെ ശാസ്ത്രം പ്രതിപാദിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ, അത് ശാസ്ത്ര സാഹിത്യ പരിഷത്തായാലും DC ബുക്സ് ആയാലും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ഏത് പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ എടുത്തു കഴിഞ്ഞാലും വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ നന്നായി ഇറങ്ങുന്നുണ്ട്. അത് നല്ല രീതിയിൽ പോകുന്നുമുണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം നമ്മൾ മറ്റ് മേഖലകളിലെ പുസ്തകങ്ങളുടെ എഡീഷനുകളുടെ എണ്ണവും ഈ വൈജ്ഞാനിക മേഖലകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളുടെ പുതിയ എഡീഷനുകളുടെ എണ്ണവും ഒന്ന് താരതമ്യം ചെയ്താൽ തന്നെ വൈജ്ഞാനിക മേഖലയിലെ പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നുണ്ട്, മലയാളത്തിലുള്ളത് വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും വ്യക്തമാവുന്ന കാര്യമാണ്. പിന്നെ ഈ പദങ്ങളുടെ കാര്യം പറഞ്ഞാൽ പലപ്പോഴും മലയാളത്തിലുള്ള ശാസ്ത്രരചനയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നല്ല പാണ്ഡിത്യവും സരസമായി എഴുതാൻ കഴിവുള്ളവർക്ക് പലപ്പോഴും ശാസ്ത്ര പദങ്ങൾ അത്രയ്ക്ക് പരിചിതമായിരിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ ശാസ്ത്രത്തിൽ നല്ല അവഗാഹമുള്ള ആളുകൾക്ക് പലപ്പോഴും മലയാളത്തിൽ സരസമായി അത് അവതരിപ്പിക്കാനുള്ള കഴിവില്ല. അപ്പം കലയും ശാസ്ത്രവും സാഹിത്യവും ഒരേപോലെ കൈകോർത്താൽ ഈ പ്രശ്നത്തിന് വലിയൊരു അളവ് വരെ പരിഹാരം കാണാൻ സാധിക്കും. പിന്നെ അറിവിന്റെ ജനാധിപത്യവൽക്കരണം സാധ്യമാവേണ്ടതുണ്ട്. ഇപ്പൊ കോവിഡ് കാലത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള എത്രയോ മുന്നറിയിപ്പുകൾ കോവിഡ് വൈറസിനെ കുറിച്ചും ശാരീരിക അകലത്തെക്കുറിച്ചും മാസ്കിനെ കുറിച്ചും മറ്റു മുൻകരുതലുകളെ കുറിച്ചൊക്കെയുള്ള അറിവുകൾ താഴെ തട്ടിലേക്ക് വരെ നമുക്ക് എത്തിക്കാൻ സാധിച്ചത് അത് മാതൃഭാഷയിൽ വിനിമയം ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. അതുപോലെ നമുക്കറിയാം കുഞ്ഞുകണങ്ങളുടെ സാങ്കേതിക വിദ്യയായ നാനോ ടെക്നോളജി, കൃത്രിമ ജീവൻ വരെ സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന സിന്തറ്റിക് ബയോളജി, ജീവന്റെ വിസ്മയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ബയോടെക്നോളജി, അതുപോലെ ചന്ദ്രയിലും ചൊവ്വയിലും വരെ മനുഷ്യൻ ചേക്കേറാൻ പോകുന്ന കാലം കൂടിയാണ്. ഈ അവസരത്തിലും നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ഒരുപാട് ആഴത്തിൽ വേരാഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവില്ല. ശാസ്ത്രം റോക്കറ്റിലേറി കുതിക്കുമ്പോൾ നമ്മുടെ സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രീയ അവബോധം പലപ്പോഴും കാളവണ്ടിയിലായി പോകുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളെ പിഴുതെറിയാൻ, അനാചാരങ്ങൾക്കെതിരെ പോരാടാനൊക്കെ തന്നെ അറിവിനെ ഏതേതു മേഖലകളിൽ ഓരോ നിമിഷവും ശാസ്ത്ര കൽപ്പിത കഥകളെയും വെല്ലുന്ന നേട്ടങ്ങളാണ് ഓരോ രംഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്ന ഒരു വിഭാഗം മാത്രം അറിഞ്ഞാൽ പോരാ, സാമാന്യ ജനങ്ങൾ അറിയേണ്ടതുണ്ട്, ഭാവി തലമുറയായ വിദ്യാർത്ഥികൾ അറിയേണ്ടതുണ്ട്. അതപ്പോ ആംഗലേയ ഭാഷയിൽ മാത്രം വിനിമയം ചെയ്യപ്പെട്ടാൽ എല്ലാവരിലേക്കും അത് എത്തില്ല. അപ്പൊ അവനവന്റെ മാതൃഭാഷയിൽ ശാസ്ത്രം സാധാരണക്കാരോട് സംസാരിക്കേണ്ടതുണ്ട്. പിന്നെ കുട്ടികൾ, നമുക്ക് മലയാളം മീഡിയത്തിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ മലയാളം മീഡിയത്തിൽ തന്നെ ശാസ്ത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അപ്പൊ അത് കിട്ടുന്നില്ല എന്നതുകൊണ്ട് മാത്രം അവരുടെ ശാസ്ത്ര പഠനം മുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമുക്കിപ്പോ +2 വരെയുള്ള പാഠപുസ്തകങ്ങൾ, ശാസ്ത്ര പുസ്തകങ്ങൾ മലയാളത്തിലുണ്ട്. സമഗ്രയുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അത് കാണാൻ പറ്റുന്നതാണ്. അതിൽ ചില വാക്കുകളൊക്കെ ചിലപ്പോൾ സങ്കീർണമായിട്ട് തോന്നുന്നുണ്ടാവാം, പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റി കൂടുതൽ ലളിതമാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ആ മലയാള തർജ്ജമയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുമാതിരി എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്ന വിധത്തിൽ തന്നെ ശ്രദ്ധിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനിയും തീർച്ചയായും ചർച്ചകളും അതിന് കൂടുതൽ മെച്ചപ്പെടുത്തലുകളൊക്കെ ആവശ്യമായി വന്നേക്കാം. അപ്പൊ നമുക്ക് മലയാളത്തിലുള്ള ശാസ്ത്ര വിനിമയവും ശാസ്ത്ര പഠനവും അത്യാവശ്യം തന്നെയാണ്. പിന്നെ ശാസ്ത്ര സാങ്കേതിക പദാവലികൾ ഇവിടെ പറഞ്ഞു. ചില വിഷയങ്ങൾ എഴുതുന്ന സമയത്ത്, ഉദാഹരണത്തിന് കാർബൺ ഫുട് പ്രിന്റ്, നമ്മളെപ്പോഴും ആഗോളതാപനം, പരിസ്ഥിതി പ്രശ്നമൊക്കെ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് പലരും പല രീതിയിൽ ഉപയോഗിക്കുന്നത്. കാർബൺ കാലടയാളം എന്ന് എഴുതുന്നവരുണ്ട്, കാർബൺ പാദമുദ്ര, ഇനി പിന്നെ കരിമുദ്ര എന്ന് എഴുതണോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഒരു സെഷനിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ജനിതക എഞ്ചിനീയറിംഗ് ഒക്കെ എഴുതുമ്പം DNA സീക്വൻസിങ്, DNA അനുക്രമ നിർണയം എന്ന് വേണോ, DNA ശൃംഖലീകരണം എന്ന് വേണോ, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ലളിതമായ വാക്കുകൾ, പെട്ടെന്ന് മനസ്സിലേക്ക് എത്തുന്ന വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആദ്യം കൃത്രിമ ബുദ്ധി എന്ന് ഉപയോഗിച്ചവരുണ്ടായിരുന്നു പലരും, പക്ഷെ ഇപ്പൊ കോമൺ ആയിട്ട് നിർമ്മിത ബുദ്ധി എന്ന് തന്നെയാണ് എഴുതി കാണുന്നത്. അപ്പൊ ഇത്തരം പദങ്ങളുടെ ഏകീകരണത്തിന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ മുൻകൈ എടുത്ത് ഒരു ശാസ്ത്ര സാങ്കേതിക പദാവലി, ഇപ്പൊ IUPAC ഉള്ളത് കൊണ്ടാണ് കെമിസ്ട്രിയിലെ ഏകീകരണം, മാനകീകരണം സാധ്യമാവുന്നത്. അതുപോലെ സിസ്റ്റം ഇന്റർനാഷണൽ SI യൂണിറ്റുകളെ കുറിച്ച് മീനാക്ഷി മാഡം ഇവിടെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഏകീകരണം ഉണ്ടെങ്കിൽ മലയാളത്തിൽ ശാസ്ത്രം എഴുത്ത് കുറച്ചും കൂടി എളുപ്പമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം NV കൃഷ്ണവാര്യരെ പോലെ ബഹുമുഖ പ്രതിഭയായ ആളുകൾ, ശാസ്ത്രം പഠിക്കാത്ത ആളുകളും ഒരുപക്ഷെ നന്നായി ശാസ്ത്രം എഴുതുകയും ശാസ്ത്രം വിനിമയം ചെയ്യുകയും ചെയ്യുന്നവരുണ്ടാവും. അദ്ദേഹം മാതൃഭൂമി പത്രാധിപരായിരുന്ന കാലത്തും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആയിരുന്ന കാലത്തും ഒക്കെ തന്നെ ശാസ്ത്ര എഴുത്തുകാരെ കൊണ്ടും അതുപോലെ ഗവേഷകരെ കൊണ്ടുമൊക്കെ ശാസ്ത്ര പുസ്തകങ്ങളും തർജ്ജമകളും ഒക്കെ ചെയ്യിച്ചതോടൊപ്പം അദ്ദേഹം തന്നെ ശാസ്ത്രത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള
ആൾക്കാരെ കൂടി പുതിയ പിന്നെ ഈ ശാസ്ത്രം എഴുത്തിലേക്കും ശാസ്ത്ര വിനിമയത്തിലേക്കും നമ്മൾ ആകർഷിക്കേണ്ടതുണ്ട്. മാഡം വളരെ താങ്ക് യു. താങ്ക് യു. നമ്മുടെ അടുത്ത ജോബ് ഉണ്ട്, ജീവൻ ജോബ്. അതായത് അദ്ദേഹം സാധാരണ ഫിസിക്സും പിന്നെ മാത്തമാറ്റിക്സ് കൂടിയാണ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഐൻസ്റ്റീൻ്റെ തിയറിയോ അല്ലെങ്കിൽ വളരെ മോഡേൺ സയൻസ് ഒക്കെ മലയാളത്തിൽ പഠിപ്പിക്കാൻ സാധിക്കുമോ? ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ നീറ്റ് പരീക്ഷയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ കോച്ചിങ് സെൻ്ററിലൊക്കെ അവർ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലാണ് ഉള്ളത്, പക്ഷെ പഠിപ്പിക്കുന്നത് മലയാളത്തിലാണ്. അപ്പോൾ ഇത് മോശപ്പെട്ട കാര്യമൊന്നുമില്ല. ഇതും ലോകത്ത് മിക്ക സ്ഥലത്തും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ കാണപ്പെട്ട വിഷയങ്ങളോ മലയാളത്തിൽ പഠിപ്പിക്കാൻ കുട്ടികൾ സാധ്യമാണോ? ഞാൻ അതിന് കൃത്യമായ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ജർമ്മനിലാണല്ലോ ആക്ച്വലി ആദ്യം വരുന്നത്, 1915. അപ്പോൾ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ട്രാൻസ്ലേഷൻ നടത്തുന്നത് സത്യേന്ദ്രനാഥ് ബോസാണ്, ഇന്ത്യക്കാരനാണ്. ബോസ് എന്തുകൊണ്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിയമിതനാകുന്നത് അല്ലെങ്കിൽ ഐൻസ്റ്റീൻ സമ്മതിക്കുന്നത്? ഐൻസ്റ്റീൻ അങ്ങനെ വെറുതെ ആരെയും പോയിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നിങ്ങൾക്ക് ജർമ്മനിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഗെയ്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളെ, തോമസ് മാൻ അല്ല, അതുപോലെയുള്ള ഗ്രേറ്റ് ജർമ്മൻ ലിറ്ററേച്ചർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കാം. മാത്തമാറ്റിക്സ് അറിയുന്ന ആളെ കൊണ്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചിട്ടും കാര്യമില്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ എസെൻസ് ഓഫ് ദാറ്റ് തിയറി. അത് അങ്ങനെ ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ എസെൻസ് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് പകരുകയുള്ളൂ എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടിയാണ് ബോസ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ബോസും ഐൻസ്റ്റീനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ഈക്വൽ, രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയ്ക്ക് വലിയ പ്രശ്നമുണ്ട്. ഇപ്പം ഈ പറയുന്നത് ഇപ്പം ഈ ചർച്ച തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളം വിജ്ഞാന ഭാഷയോ എന്ന് ചോദിച്ച് ചർച്ച നടത്തുന്നു. എന്തുകൊണ്ട് മലയാളം നോവൽ ഭാഷയോ, നോവലിന് പാകം ഉള്ള ഭാഷയോ എന്ന് ചോദിച്ചിട്ട് സുഭാഷ് ചന്ദ്രനെയും KR മീരേനെയും വെച്ചിട്ട് ഇവിടെ സെഷൻ നടത്തുന്നില്ല? അതല്ലെങ്കിൽ കവിതയ്ക്ക് പാകത്തിനുള്ള സെഷൻ ആണോ മലയാളം എന്ന് പറഞ്ഞിട്ട് വീരാൻകുട്ടീനെയും മറ്റേ സച്ചിദാനന്ദനെ വെച്ച് ഇവിടെ സെഷൻ നടത്തുന്നില്ലല്ലോ. ഈ വൈജ്ഞാനിക സാഹിത്യം എഴുതുന്നവരെ വെച്ചിട്ടല്ലേ ഈ സെഷൻ നടത്തുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളത്തില് വിജ്ഞാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇവിടെ. ഇപ്പം മീനാക്ഷി മാഡം മലയാളത്തിൻ്റെ ആ ഹിസ്റ്ററി പറഞ്ഞു. സംഘഗ്രാമ മാധവൻ മുതലുള്ള നമ്മുടെ ഹിസ്റ്ററി ഉണ്ട്. മലയാളത്തിന് വലിയ ഹിസ്റ്ററി ഉണ്ട്. വിജ്ഞാനത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ വലിയ ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ ഇന്നത്തെ പോയിന്റ് ഞാൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഈ ചർച്ചയിൽ ഇത്രയും പേര് പറഞ്ഞതിൽ നിന്നും എനിക്ക് ഒരു കാര്യം മാത്രമേ, ഇപ്പോൾ പോക്കർ മാഷ് അതിനെ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ ഞാൻ അതിനെ കുറച്ചുകൂടെ വേറൊരു രീതിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റൊരു പോയിന്റേ ഉള്ളൂ. ഗേ ഡ്യൂസ്ചർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ ലാംഗ്വേജിൻ്റെയും ഫൊണറ്റിക്സിനെയും സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവേഷകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ത്രൂ ദ ലാംഗ്വേജ് ഗ്ലാസ് എന്ന് പറയുന്ന 2010 ഇറങ്ങിയ പുസ്തകം വളരെ പ്രധാനപ്പെട്ട, ഭാഷയുടെ ശാസ്ത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകം ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് ഒരു ലെൻസാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ എന്നാണ്. അതായത് നമ്മൾ ഭാഷയിലൂടെ നോക്കിയാൽ കാണുന്നത് നമ്മുടെ സംസ്കാരത്തെയാണ്. നേരത്തെ അതിൻ്റെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ഈ ചർച്ചയുടെ വൈബിൽ ഇതുകൊണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്, നമ്മുടെ സംസ്കാരത്തെ നമുക്ക് നമ്മുടെ ഭാഷയിലൂടെ നോക്കിയാൽ കാണാം എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. അതായത് അദ്ദേഹം അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, ഓസ്ട്രേലിയയിലുള്ള ഒരു അബോറിജിൻ ലാംഗ്വേജ്, ഞാൻ ആ ലാംഗ്വേജിൻ്റെ പേര് എൻ്റെ വായിൽ കിട്ടാത്തതുകൊണ്ടാണ്, ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പേരാണ്, അതുകൊണ്ടാണ്. ആ ലാംഗ്വേജിൽ നമ്മളിപ്പോൾ ഒരു മരം നിൽക്കുന്നു, ആ മരത്തിൻ്റെ പിറകിൽ ഒരു കുട്ടി നിൽക്കുന്നു എന്നാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ആ മരത്തിൻ്റെ പിറകിലാണ് കുട്ടി നിൽക്കുന്നത് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. പക്ഷേ ഈ ലാംഗ്വേജിൽ അത് അങ്ങനെയല്ല എക്സ്പ്രസ് ചെയ്യുക. ആ ലാംഗ്വേജിൽ ആ മരത്തിൻ്റെ പടിഞ്ഞാറ് വശത്താണ് അത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ മരത്തിൻ്റെ തെക്ക് വശത്താണ് അത് നിൽക്കുന്നത് എന്നാണ്. അവർക്ക് ലെഫ്റ്റ് റൈറ്റ് പിറകിൽ മുന്നിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല.
അവർക്ക് ആ കൺസെപ്റ്റേ ഇല്ല. അവരോട് നിങ്ങളുടെ ഏത് വശത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തെക്ക് വശത്താണ്, പടിഞ്ഞാറ് വശത്താണ്. അതായത് കാർഡിനൽ കോർഡിനേറ്റ്സിനെ വെച്ചിട്ട് മാത്രമേ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. നിങ്ങളുടെ മുന്നിലോ പിറകിലോ നിങ്ങളുടെ ഇടതുവശത്തോ വലതുവശത്തോ എന്നുള്ള തരത്തില്ല. നിങ്ങളിപ്പോൾ ഏത് മുറിയിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറ് വശത്തെ മുറിയിലെ തെക്ക് വശത്തിരിക്കുന്ന മേശപ്പുറത്ത് വടക്ക് വശത്ത് ഞാൻ ആ പുസ്തകം വെച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണ് പണ്ട് കാലത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. തെക്കിനി പടിഞ്ഞാറ് ഇല്ല, അത് പറയാം. അത് ഞാൻ പറഞ്ഞു പറഞ്ഞത് അതല്ല. അതായത് അത് എന്താണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിനൽ ഡയറക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഒരു സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ ഗൈ ഡ്യൂഷ്യർ പറയുന്നത് ഈ ഭാഷയിലൂടെ ഈഗോസെൻട്രിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ആ സമൂഹത്തിന് ഈഗോസെൻട്രിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും, അതിൻ്റെ സൈക്കോളജി നമുക്ക് മനസ്സിലാകും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് ആ സമൂഹത്തിന് എന്നെ മുൻനിർത്തിയിട്ടുള്ള കൺസെപ്റ്റ് ഇല്ല. അപ്പൊ ഞാൻ എൻ്റെ ഇടതുവശം വലതുവശം, എൻ്റെ മുന്നിൽ എൻ്റെ പിറകിൽ എന്നാണ് ആ കൺസെപ്റ്റ് ഈഗോസെൻട്രിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ് രൂപം കൊള്ളുന്നത്. പിറകിൽ ലെഫ്റ്റ് റൈറ്റ്, പിറകിൽ മുന്നിൽ എന്നൊക്കെയുള്ള കൺസെപ്റ്റ് രൂപങ്ങൾ. അതേസമയം ഡയറക്ഷനാലിറ്റി വെച്ചിട്ട് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് എന്നുള്ള ഡയറക്ഷനാലിറ്റി വെച്ച് കൺസെപ്റ്റ് രൂപം കൊള്ളുന്നത് വ്യക്തി അധിഷ്ഠിതമല്ല, മറിച്ച് ഇതിനെ നമ്മൾ ഭൂമിയുടെ ഒരു ഭാഗമായിട്ട് നിന്നിട്ടാണ് ഓരോ സമയത്തും നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. അപ്പൊ നമ്മൾ ഏത് പൊസിഷനിൽ, നിങ്ങൾ തൃശ്ശൂർ ടൗണിൽ ഇറങ്ങി നിന്നിട്ട് നിങ്ങളോട് സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾ പറയുന്നത് ഈ ഇടത്തോട്ട് പോകണം വലത്തോട്ട് പോകണമെന്നല്ല, മറിച്ച് തെക്കോട്ട് പോകണം വടത്തോട്ട് പോകണമെന്ന് മാത്രമേ പറയുള്ളൂ. അത് അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഞാനതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അതായത് നിങ്ങൾ ഒരു ഭാഷയിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഈ സംസ്കാരത്തിനെയാണ്. എൻ്റെ ഒറ്റ പോയിന്റേ ഉള്ളൂ, ഈ സംസ്കാരം, അതായത് മലയാളത്തിന്റെ സംസ്കാരത്തിന്റെ നിദർശനമാണ് മലയാളത്തിന്റെ ഭാഷ. നിങ്ങൾ ബംഗാളിയിലേക്ക് നോക്കുക, തമിഴിലേക്ക് നോക്കുക, അതിൽ വിജ്ഞാനം എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നോക്കുക. ഇപ്പം ബംഗാളിയിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ സയൻസ് ഫിക്ഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേൾഡ് ലെവൽ സയൻസ് ഫിക്ഷനുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സയൻസ് ഫിക്ഷൻ ബംഗാളിയിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് മലയാളത്തിൽ സയൻസ് ഫിക്ഷൻ ആ സമയത്ത് ഡെവലപ്പ് ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന്റെ കാരണം സയൻസ് ആ രീതിയിലായിരുന്നു അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അത് ആ സൊസൈറ്റി അതിനെ ആ തരത്തിൽ ഇംബൈബ് ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നിങ്ങള് വിജ്ഞാനത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ് അല്ല ആക്ച്വലി വിജ്ഞാനം കൊണ്ട് നടത്തേണ്ടത്. അതായത് വിജ്ഞാന ഭാഷ എന്ന് പറയുന്നത് വിജ്ഞാനത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഭാഷയല്ല, മറിച്ച് വിജ്ഞാനത്തെ നിർമ്മിക്കുന്ന ഭാഷയാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഭൗമജാപം എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. അടുത്ത കാലത്ത് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഭൗമജാപം. എന്തുകൊണ്ടാണ്? അത് ഈ സർവേ എന്ന് പറയുന്ന ടെക്നിക്കിനെ വളരെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് അടയാളപ്പെടുത്തുന്ന, വിജ്ഞാനത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സാധനമാണ്. അത് വിജ്ഞാനത്തിന്റെ നിർമ്മിതി കൂടിയാണ്. ഈ നിർമ്മിതി ഇല്ലാതെ നിങ്ങൾ നിരന്തരമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ആക്ച്വലി യാതൊരു ഗുണവും ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിജ്ഞാന നിർമ്മിതി എന്ന്, അത് പ്രസാദ് സാർ അത് തന്നെയാണ് അത് വേറൊരു തരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ കൂടുതൽ വിജ്ഞാനം നിർമ്മിക്കുന്ന പ്രോസസ്സിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ മലയാള ഭാഷ, അതായത് ഈ സംസ്കാരം തന്നെ, ഞാൻ പറഞ്ഞത് ഭാഷയിൽ വിജ്ഞാനം നിർമ്മിക്കണമെന്നുള്ള മീനിങ്ങിലല്ല, നമ്മുടെ സംസ്കാരം തന്നെ നിരന്തരം വിജ്ഞാനം നിർമ്മിക്കണം. എന്തുകൊണ്ടാണ് എതിരൻ കതിരവൻ മലയാളത്തിൽ എഴുതുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, മലയാളത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ മലയാളത്തിലാണ് ആത്യന്തികമായി ചിന്തിക്കുന്നതും മലയാളത്തിലാണ് അദ്ദേഹം എല്ലാം അറിവ് നിർമ്മിക്കുകയും ചെയ്യുന്നത്. സോ ഹി ക്യാൻ ഈസിലി കമ്മ്യൂണിക്കേറ്റ് ഇൻ മലയാളം, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വിജ്ഞാന നിർമ്മിതിയെ നമ്മുടെ സംസ്കാരം എത്ര ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നുള്ളതിന്റെ ഒരു നിദർശനമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒറ്റ പോയിന്റ്. അടുത്ത സദസ്സിലേക്കുള്ള ചോദ്യങ്ങളായിക്കോട്ടെ. 1 മണിക്കൂറുണ്ട്, അരമണിക്കൂറുണ്ട്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എന്തായാലും സാഹിത്യ അക്കാദമിയുടെ ഈ ഒരു സെഷൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു സെഷനാണ്. കാരണം മലയാളത്തിൻ്റെ സാഹിത്യം എന്ന് പറഞ്ഞാൽ നോവലും കഥയും കവിതയിലും പരമാവധി നാടകത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാത്തൊരവസ്ഥയിൽ സയൻസിനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു സെഷൻ ഇവിടെ വെച്ചത് വളരെ ഗംഭീരമായി. അതിൽ കുറച്ചുകൂടെ എന്നെപ്പോലുള്ളൊരു പഠിതാവിനുള്ളൊരു സംശയം,
എല്ലാ സാഹിത്യ രൂപമായാലും കവിതയും നോവലും എല്ലാം നമ്മുടെ നിലനിൽക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ വെറും 10% ഉറക്കുപാട്ടായി മാറേണ്ടതാകരുത് സാഹിത്യവും. അതന്നെയാണ്, ഇതാണ് ചോദ്യത്തിന്റെ കണ്ടന്റിലേക്ക് വരാം. സാഹിത്യവും സംസ്കാരവും ഒക്കെ. അപ്പൊ സംസ്കാര നിർമ്മിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സയൻസാണ്. കാരണം സയൻസിലൂടെയാണ് നമുക്ക് ക്രിയേഷനും പ്രോഗ്രസും സാധ്യമാവുള്ളൂ. അതിൻ്റെ ഒരു എന്തായാലും പറയാ, അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വിനിമയ രൂപം മാത്രമാണ് ഈ നോവലും കഥയും കവിതയും എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പുരോഗമിച്ച സംസ്ഥാനം എന്ന് പറയുന്ന കേരളം സയൻസ് ഓറിയന്റഡ് ആയ കൾച്ചറിലേക്ക് പോകണം. അതിനുള്ള അനുബന്ധ അപ്പൻഡേജസ് ആയിരിക്കണം കവിതയും കഥയും നാടകവും നോവലും മറ്റെല്ലാം എന്നൊരു അഭിപ്രായമാണ് എനിക്ക് നിങ്ങളോട് വെക്കാനുള്ളത്. അതിനുവേണ്ടി നിങ്ങളെപ്പോലെയുള്ള വിജ്ഞാനത്തിന്റെ ഏറ്റവും ഉന്നത മേഖലയിൽ ഇരിക്കുന്നവർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയല്ല, ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക ഇപ്പൊ തന്നെ. അതെ അതെ അതെ. പക്ഷേ അങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് എൻ്റെ കാര്യം എടുത്ത് പറയാം. കാരണം ഞാൻ കഴിഞ്ഞ കാലത്തുണ്ട് 2023 മസ്തിഷ്കം വികാരം വേദന വിശ്വാസം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ അക്കൊല്ലം കഴിഞ്ഞ 2023 തന്നെ അതിൻ്റെ 2ാം പതിപ്പ് ഇറങ്ങി. അപ്പോഴേ ഞാൻ അന്തം വിട്ടുപോയി. കാരണം അപ്പോഴേ മറുപടി പബ്ലിക്കേഷനാണ്. അവരെന്നോട് വിളിച്ച് പറയാണ്, ശാസ്ത്ര പുസ്തകം അത് ഇറങ്ങിയ കൊല്ലം 2ാം പതിപ്പ് ഒരിക്കലും ഇറങ്ങാറില്ല, ഇത് അപൂർവമായിട്ട് സംഭവിച്ചു എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഉണക്ക ലേഖനം ഇത് ആര് വായിച്ചു എന്നുള്ളതായിരുന്നു. എൻ്റെ ആൾക്കാർ വായിച്ചു എന്നുള്ളത് എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുകയാണ്. മാത്രമല്ല ആ ബുക്കിന് വില 400 രൂപയാണ്. 400 രൂപയുണ്ടെങ്കിൽ ആവറേജ് മലയാളി ഒരു 5 ബിരിയാണി പോയി വാങ്ങിക്കും. ഞാൻ വിചാരിക്കും എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ പോയി 4-5 ബിരിയാണി വാങ്ങിക്കാനുള്ളതിന് എൻ്റെ ഉണക്ക പുസ്തകം പോയി വായിച്ചല്ലോ എന്നോർത്തിട്ട് ഞാൻ ഇന്നും അന്തം വിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇത് എങ്ങനെയോ ആരോ ഒക്കെ വായിക്കുന്നുണ്ടെന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി എന്നെ സംബന്ധിച്ച്. കാരണം ഞാൻ ജീവൻ പറഞ്ഞു, ഈ നാട്ടുകാരനെ അല്ല, ഈ നാട് പണ്ടേ വിട്ടയാളും കൂടെയാണ്. അപ്പൊ ഇത് മലയാളത്തിൽ ഞാനിത് എഴുതിയിട്ട് അത് 10 പേര് വായിച്ചു, അത് വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. അപ്പോൾ താങ്കൾ ചോദിച്ചു ചോദ്യത്തിന് ഉത്തരം ഇവിടെ ചെറിയൊരു ഉത്തരത്തിന്റെ ഒരു അംശം ഇതിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലേ, എന്ത് തോന്നുന്നു? പറയൂ. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന്റെ ഗിസ്റ്റ് പൂർണ്ണമായിട്ട് സാർ ഉൾക്കൊണ്ടോന്ന് മനസ്സിലായി. അതായത് നമ്മുടെ എല്ലാ കൾച്ചർ എന്നുള്ളത് മനുഷ്യന്റെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ട സാധനമാണ്. അല്ലാതെ അത് സ്റ്റാഗ്നേറ്റ് ചെയ്ത് കുറെ അമ്മായി കഥകളും അമ്മാമൻ കഥകളുമായി നിൽക്കേണ്ട ഒരു സാധനം അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ രീതിയിൽ നമ്മുടെ സാംസ്കാരിക സാഹിത്യ കവിത നോവൽ കഥ മേഖല പോകുന്നുണ്ടോ? അത് പോകാൻ നിങ്ങളെ പോലെയുള്ളവർ ഉപദേശിച്ചു കൊടുക്കണം. കഥയായാലും എന്നാണ്. അടുത്ത ചോദ്യം ഉണ്ടോ? അടുത്ത ചോദ്യം. ഹലോ, എൻ്റെ പേര് സെബാസ്റ്റ്യനാണ്. ഞാൻ മലയാളം മീഡിയത്തിലാണ് 10 വരെ പഠിച്ചത്. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെൻറ് തോമസ് കോളേജ് ഫസ്റ്റ് ഇയർ ശരിക്കും സ്ട്രഗിൾ ചെയ്തു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മലയാളം മീഡിയത്തിൽ പഠിച്ചതിൻ്റെ മാത്രം പ്രശ്നമാണ്. ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായ ഒരു കുട്ടിക്ക് ഫസ്റ്റ് ഇയർ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും നമ്മുടെ അതുവരെ സ്കൂൾ ഇതിലൊക്കെ ഇംഗ്ലീഷാണ് ചേർത്തിരിക്കുന്നത്. അതായത് പർട്ടിക്കുലർ നോട്ട് വരുമ്പോൾ എല്ലാം ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് പഠിച്ച ഒരു കുട്ടി വെറുതെ കഷ്ടപ്പെടുക. കാരണം മലയാളം ഒന്നുകിൽ മുഴുവൻ മലയാളം, അല്ലെങ്കിൽ ആ വാക്കുകളുടെ ബ്രാക്കറ്റിൽ മാത്രം ഇംഗ്ലീഷ്. ഇത് അതല്ല, പകുതി മലയാളം എഴുതുക പകുതി ഇംഗ്ലീഷ് എഴുതുക. എല്ലാ കുട്ടികളും അങ്ങനെ ചെയ്യണം. അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുമ്പോഴില്ല. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ആണ് പിന്നെ പിക്ക് ചെയ്ത് വരുള്ളൂ. പലരും പിക്ക് ചെയ്യാൻ പറ്റാണ്ട് ഔട്ടാവും. അവർ ഡിഗ്രി പോവില്ല, PG പോവില്ല, എവിടേക്ക് എത്തില്ല. ഇപ്പോഴും മലയാളത്തിൽ ഡിഗ്രി സബ്ജക്ട് എഴുതുന്നത് അല്ല. പിന്നെ ഈ ലാസ്റ്റ് ഇരിക്കുന്ന ആളുടെ പേരെനിക്ക് അറിഞ്ഞൂടാ. ആള് പറഞ്ഞ പോലെ ഒരു വൈജ്ഞാനിക ഭാഷ എന്ന നിലയ്ക്ക് മലയാളം ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. അതിന് ഇനിയും ശ്രമങ്ങൾ വേണം. ഒരു ഭാഷ വൈജ്ഞാനിക ഭാഷയാവുന്നത് അതിലേക്ക് സയന്റിഫിക് ആയിട്ടുള്ള ടെമ്പറുള്ള അല്ലെങ്കിൽ ആ സയന്റിസ്റ്റോട് ആ ഭാഷയിൽ കൂടുതൽ ആ വാക്കുകൾ ഈ പറഞ്ഞതുപോലെ ആ സബ്ജക്റ്റിന് പറ്റുന്ന രീതിയിലാണ്. ഇത് ആർക്കും മനസ്സിലാവാത്ത ഓരോ വാക്കുകളാണ്. പല വാക്കുകൾക്കും ഇംഗ്ലീഷിന് തത്തുല്യമായ വാക്കുകൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല. ഞാൻ 10 കഴിഞ്ഞാൽ ഒരു വാക്ക് ഇപ്പോൾ ഓർക്കുന്നില്ല. ഇംഗ്ലീഷിൽ പഠിച്ചത് മാത്രമേ ഓർക്കുന്നുള്ളൂ.
കാരണം അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. ഹയർ സ്റ്റഡീസ് മനസ്സിലായി. അപ്പോൾ പദാവലിയുടെ ദുർഘടത ആണ് സൂചിപ്പിച്ചത്. അത് ഞാൻ സൂചിപ്പിച്ചു, പലരും ജീവനും ഒക്കെ അതുവഴി കടന്നു പോകുന്നത് കണ്ടു. അപ്പോൾ ഞാനൊരു ചെറിയൊരു നുറുങ്ങ് ഉദാഹരണം പറയാം. കുറ്റ്യാടി കഴിഞ്ഞിട്ട്, കോഴിക്കോട് നിന്ന് കുറ്റ്യാടി കഴിഞ്ഞിട്ട് വയനാട്ടിലേക്ക് പോകുന്ന വഴിക്ക് കല്ലോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോ ഒരു ബസ് സ്റ്റോപ്പിന്റെ പേരാണ് ലാസ്റ്റ് കല്ലോട്. ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട്, മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. എന്താ വെച്ചാല് ഈ പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാര് പറയുന്നതാണ്, കല്ലോട് ടിക്കറ്റ് എടുത്തിട്ട് കല്ലോട് ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത ബസ് സ്റ്റോപ്പിലൂടെ ഇറങ്ങാൻ അവരനുവദിക്കും, KSRTC-കാർ അനുവദിക്കില്ല. അപ്പോൾ കല്ലോട് ടിക്കറ്റുമായി അവസാനം ഇറങ്ങാവുന്ന സ്റ്റോപ്പിനാണ് അവർ പറഞ്ഞതാണ് ലാസ്റ്റ് കല്ലോട്. ആ ജനങ്ങൾ മുഴുവൻ അത് സ്വീകരിക്കാൻ ഒരു മടി ഉണ്ടായില്ല. അപ്പൊ ആ മാതിരി ഇംഗ്ലീഷ് പദങ്ങള്, അപ്പോ സാധാരണ ജനങ്ങൾക്ക് ഇംഗ്ലീഷ് സ്കൂളിൽ മാത്രം പോയിട്ടുള്ള ബസ്സിലെ ജീവനക്കാരനും സാധാരണ ജനങ്ങൾക്കും ലാസ്റ്റ് എന്നുള്ള ഒരു സംഗതി അഡോപ്റ്റ് ചെയ്യുകയാണ്, അങ്ങ് സ്വീകരിക്കുകയാണ്. അതുപോലെ നമുക്ക് ഇനി സ്കൂളിലൊക്കെ പഠിച്ചതാണ്, ഞാനൊക്കെ പഠിക്കുമ്പോൾ ഉത്തോലകം, എന്ത് തോലകം ആണ് എന്ത് ഇല്ല, ലിവർ എന്ന വാക്ക് പറയാത്ത തൊഴിലാളികളോ മെക്കാനിക്കോ ആരും ഉണ്ടാവില്ല. ഇപ്പോ നമ്മൾ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, കുതിരോട്ടം പപ്പു മേശ്ശേരിയായി അഭിനയിക്കുന്നത്. അപ്പോ ജയറാം ഒരു കഥാപാത്രമായിട്ട് ചെല്ലുകയും ചെയ്യുന്നത്. അപ്പോ കുതിരോട്ടം പപ്പു എന്ന മേശ്ശേരിയുടെ അടുത്ത് ഉത്തോലകം എന്നോ മറ്റോ പറഞ്ഞാല് മിക്കവാറും ലിവർ എടുത്ത് അവന്റെ തലയ്ക്കടി കിട്ടും. അപ്പോ ലിവർ എന്നുള്ള പദം അത്ര പരിചിതമായി കഴിഞ്ഞു. അങ്ങനെ ഇംഗ്ലീഷ് പദങ്ങള് ധാരാളമായി പരിചിതമായി കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പദങ്ങൾ സ്വീകരിക്കാൻ ഈ ശാസ്ത്ര പുസ്തകങ്ങൾ എഴുതുന്നവർക്ക് മാത്രമാണ് പ്രയാസം എന്ന് തോന്നുന്നു. അവരതിന് ഈ പറഞ്ഞ പോലെ കുറച്ച് ദുർഘട പദങ്ങൾ കണ്ടെത്തിക്കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ചെയ്യുന്നു. അപ്പൊ അത് ഒഴിവാക്കേണ്ടതാണ്, താങ്കൾ പറഞ്ഞ പോലെ അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ മലയാളം മീഡിയത്തിൽ പഠിക്കണോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണോ, നമ്മുടെ ചർച്ച വേറൊരു വഴിക്ക് പോകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോ പറഞ്ഞ ആളുടെ ഈ പറഞ്ഞ പോലെ ഒരു സാഹിത്യ അക്കാദമി, അതുപോലെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ, ഇതൊക്കെയുള്ള ഒരു സ്ഥലമാണിത്. ഇപ്പൊ നമുക്ക് സാഹിത്യ അക്കാദമി എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോ കൗൺസിൽ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി ഇതെല്ലാം നമ്മൾ മലയാളമോ സംസ്കൃതമോ ഒക്കെ ഉപയോഗിച്ചു കൗൺസിൽ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരിക്കൽ NV കൃഷ്ണവാര്യരോട് ആരോ ചോദിച്ചു, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് നമ്മൾക്ക് മലയാളമാക്കണ്ടേ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അത്തരം ഒരു ഭാഷയാണിത്. അതായത് സ്വാംശീകരിക്കാനും എത്ര മേശ, ഗീശ, ഇസ്തിരി, മേസ്തിരി, തഹസീൽദാർ, ഇതൊക്കെ തന്നെയും പോർച്ചുഗീസ് ഭാഷയെന്നോ ഇംഗ്ലീഷെന്നോ അറബിന്നൊക്കെ വന്ന വാക്കുകൾ നമ്മൾ സ്വാംശീകരിച്ച ഒരു ഭാഷയാണ് മലയാളം. അതുകൊണ്ട് അതാണ് നാമപദങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ച ത്വരണമോ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഉന്നത പഠനത്തിന് പോകുമ്പോൾ നമുക്ക് ഈ ആക്സിലറേഷനും ഇതൊക്കെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം താങ്കൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ ആദ്യം ചോദിച്ച ആളുടെ ഈ ഇതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ സാംസ്കാരികമായിട്ടുള്ള ഒരു സയൻസ് ഉൾച്ചേർക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഇപ്പൊ ഞാൻ ഇന്നലെ ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് കേരള പോയിട്ട് വന്നതാണ് തിരുവനന്തപുരത്ത്. അപ്പൊ അവിടെ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് വലിയ എക്സിബിഷൻ, ലൈവ് ഷോസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഈ സയൻസായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ കൊണ്ടുവന്ന കുട്ടികളാണ് അധികവും കണ്ടത്. തീർച്ചയായിട്ടും അല്ലാതെയുള്ള കുറച്ച് പേരുണ്ട്, പക്ഷെ എന്നാലും ഇത് വേറെ സയൻസുകാർക്കുള്ളതാണ് എന്നുള്ള ഒരു ഇത് നമ്മുടെ ഒരു സമൂഹത്തിൽ, സംസ്കാരത്തിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് നമ്മൾ അനുനിമിഷം ആശ്രയിക്കുന്നത് ഒരു ടെലിഫോൺ ആവട്ടെ, ഈ മൈക്കാവട്ടെ, എല്ലാം നമ്മൾ ആശ്രയിക്കുന്നത് സയൻസിനെയാണ്. പക്ഷെ അതിനെ അംഗീകരിക്കാനും അതിനെ ഒരു സിനിമയുടെയോ സാഹിത്യത്തിന്റെയോ സംഗീതത്തിന്റെയോ ഒരു ഗ്ലാമറിലേക്ക് കൊണ്ടുവരാനും നമുക്ക് നിർഭാഗ്യവശാൽ കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇവിടെ ചോദിച്ച പോലെ ഈ സമൂഹത്തിന് മൊത്തം ശാസ്ത്രാവബോധം ഉണ്ടാക്കുന്നതും സാഹിത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗതിക്കുക എന്നുള്ളതും വളരെ പ്രസക്തമാണ്, ശരിയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസത്തിൽ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നതും നമ്മുടെ സാമൂഹിക അവബോധം എന്നുള്ളത് ശാസ്ത്രീയമാക്കുന്നതും രണ്ടും പരസ്പര ബന്ധമുണ്ടെങ്കിലും രണ്ടും രണ്ട് വിധാനത്തിൽ വെച്ച് നമുക്ക് കാണാൻ പറ്റണം. ഇപ്പോൾ ഈ സാറ്റലൈറ്റ് വിക്ഷേപിക്കുമ്പോൾ അവിടെ തേങ്ങ ഉടക്കുകയോ മറ്റു പൂജകൾ ചെയ്യുകയോ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർക്ക് സയൻസ് അറിയാത്തതുകൊണ്ടല്ല. അപ്പോൾ ശാസ്ത്രം ഇംഗ്ലീഷിൽ മനസ്സിലാത്ത അവരുമല്ല, ഇംഗ്ലീഷിൽ മനസ്സിലാക്കി അല്ലെങ്കിൽ പല ഭാഷകളിൽ പഠിച്ച് മനസ്സിലാക്കി സ്വായത്തമാക്കി അതിനെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന അതേ ആളുകൾ തന്നെയാണ് നമ്മളൊക്കെ അന്ധവിശ്വാസം എന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ അനുഷ്ഠിക്കുന്നത്, പെർഫോം ചെയ്യുന്നത്. അപ്പൊ സമൂഹത്തില്
സോഷ്യൽ ടെമ്പറാമെന്റ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇടപെടലും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇപ്പം കെമിസ്ട്രി പഠിക്കുന്ന ഭാഷയല്ല ഫിസിക്സ് പഠിക്കുക, ഫിസിക്സ് പഠിക്കുന്ന ഭാഷയല്ല ബയോളജി പഠിക്കുക. അത് സ്വാഭാവികമായിട്ട് അപ്പോൾ അതത് മണ്ഡലങ്ങളിൽ ഭാഷ വികസിപ്പിക്കുന്നതും ഇതും രണ്ടും ഒരേ രീതിയിൽ കൂട്ടിക്കുഴക്കേണ്ടതില്ല. സാഹിത്യത്തെ കാണുന്ന അതേ അളവുകോല് കൊണ്ട് ഇതെല്ലാം കാണുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം ഇവിടെ അഭിമുഖീകരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സബാഷിന് ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ ഈ +1 +2 മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം മാറുന്ന സമയത്തുള്ള പ്രയാസങ്ങൾ അത് വളരെ പ്രസക്തമാണ്. ആ +1 +2 ലെവലിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ലോകത്ത് എവിടെ പോയാലും ഈ ഭാഷാ മാധ്യമം പഠിപ്പിക്കുന്നതും പരീക്ഷ എഴുതുന്നതൊക്കെ എടുത്ത് നോക്കിയാൽ ആ വിദ്യാർത്ഥിയുടെ കഴിവനുസരിച്ചായിരിക്കും. വിദ്യാർത്ഥി വിചാരിക്കുന്നത് ഞാൻ മലയാളത്തിൽ എഴുതട്ടെന്ന് എഴുതാൻ സാധിക്കും. പക്ഷേ നിലവിലെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ ഇത് നിയന്ത്രിക്കുന്നത് ഒരു കേന്ദ്രീകൃത സംവിധാനങ്ങളാണ്. ഇപ്പോൾ UGC ഇതുപോലെ സംവിധാനങ്ങൾ, അതിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. ഇപ്പൊ ഏത് ഭാഷയിലാണ് എന്ത് പഠിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് വിദ്യാർത്ഥികളാണ്. ലോകത്ത് എവിടെ പോയാലും അങ്ങനെയാണ്. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാ ചെറിയ ഭാഷകൾക്കും അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ ഗ്രീൻലാൻഡിക്ക് എന്ന് പറഞ്ഞാൽ ഒരു 60,000 പേര് സംസാരിക്കുന്ന ഒരു ഗ്രീൻലാൻഡ് ഭാഷയാണ്. അപ്പൊ അവിടെ എക്കണോമിക്സ് എന്ന് പറഞ്ഞ നോബൽ, ഇപ്പൊ ഞാൻ MA എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു നോബൽ ലോറിയന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് MA ടെക്സ്റ്റ് ബുക്കാണ്. അത് നമ്മൾ ആരും വായിക്കാറില്ല, ഗൈഡാണ് വായിക്കുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിന്റെ തർജിമ 40 ഭാഷകൾ തർജിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാളത്തിലോ ഹിന്ദിയിലോ ഇന്ത്യൻ ഭാഷയിൽ ലഭ്യമല്ല. അതേസമയത്ത് ഗ്രീൻലാൻഡിൽ ലഭ്യമാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ 60,000 പേരുണ്ട്, 100 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് ഗ്രീൻലാൻഡിൽ ഭാഷയിലായതുകൊണ്ട് അവിടെ പ്രസിദ്ധീകരിക്കുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതുവരെ നിരോധിതമായിരുന്നു. കഴിഞ്ഞ വർഷത്തോടെ യഥാർത്ഥത്തിൽ എടുത്ത് നോക്കി ഇന്ത്യൻ ഭാഷകളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിരോധമായ ഒരു അവസ്ഥയായിരുന്നു. അത് മാറിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഇപ്പോൾ പുതിയ സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് പോളിസി അനുസരിച്ച് ഏത് അധ്യാപകനും പുസ്തകങ്ങൾ രചിക്കാം. ആ പുസ്തകങ്ങൾ രചിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് റിവാർഡ് കിട്ടും, ഇത്ര എമൗണ്ട് അവർക്ക് പാരിതോഷികം കിട്ടും. അതനുസരിച്ച് കൂടുതൽ നമ്മൾ പുസ്തക രചന ഉണ്ടാകണം. അപ്പോൾ ഇപ്പൊ ആദ്യം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാം ലോകയുദ്ധത്തിന് മുമ്പ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷനിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ജർമ്മനാണ്. ഐൻസ്റ്റീൻ ജർമ്മൻ എഴുതിയത്, കാർൽ മാർക്സും ജർമ്മൻ എഴുതിയത്, ഫ്രായിഡും ജർമ്മൻ എഴുതിയത്, ബോയർ ആ സമയത്തുണ്ടായിരുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ ഫിസിക്സിന്റെ മെച്ചപ്പെട്ട നോബൽ ലോറിയറ്റ്സ് മുഴുവൻ കൂടുതലും ജർമ്മൻ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഹിറ്റ്ലർ വന്നതിന് ശേഷം എന്തായെന്ന് പറഞ്ഞാൽ അവിടെ ജർമ്മനിയിൽ പോയി അമേരിക്കൻ സുപ്പീരിയാരിറ്റി വന്നു. അമേരിക്കൻ സുപ്പീരിയാരിറ്റി കൊണ്ട് ഇപ്പോൾ സയൻസ് ലിറ്ററേച്ചർ പരിശോധിച്ച് കഴിഞ്ഞാൽ പകുതി കൂടുതലും ഇൻവെൻഷൻസും മുഴുവൻ നടക്കുന്നത് സയന്റിഫിക് ലിറ്ററേച്ചർ മുഴുവൻ അമേരിക്കാരായതുകൊണ്ട്, അമേരിക്കൻ ഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് നമ്മൾ തീർച്ചയായും ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ അതേ സമയത്ത് പഠിപ്പിക്കുന്ന ഭാഷ എങ്ങനെയായിരിക്കണം? കാരണം ലോകത്തെ എല്ലാ സ്ഥലത്തും എത്ര ചെറിയ, ഇപ്പോൾ ഉദാഹരണത്തിന് ഹോർജസ് മലബാറിക്കസിന് കാര്യം പറഞ്ഞു. 300-400 വർഷത്തിന് മുമ്പ് ഡച്ച് എന്ന് പറഞ്ഞാൽ 1 കോടി ജനങ്ങളേ ഉള്ളൂ, നമ്മളെ 3.5 കോടി ജനങ്ങളുണ്ട്. അന്ന് 400 വർഷം മുമ്പ് ഡച്ച് ഭാഷയിൽ വന്നിട്ട് നമ്മുടെ ഇവിടത്തുള്ള കംപ്ലീറ്റ് പ്ലാൻ സ്പീസ് പരിശോധിച്ച് എഴുതിയ പുസ്തകങ്ങൾ നമ്മൾ തർജ്ജിമ ചെയ്യാൻ ഇപ്പൊ 400 വർഷം വേണ്ടി വന്നു. പക്ഷെ നമ്മളെക്കാളും ചെറിയ സമൂഹമാണ്. ഇവിടുത്തെ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ ഡച്ച് ഭാഷ പഠിപ്പിച്ചിട്ടാണ് അവിടെ പോയിട്ട് നഴ്സിംഗിൽ അവിടെ ഗവൺമെന്റിലെ നഴ്സായിട്ട് മാറുന്നത്. കാരണം ഡച്ച് പഠിക്കാതെ അവിടെ കയറാൻ പറ്റത്തില്ല. കാരണം അവിടെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നത് ഡച്ച് ഭാഷയിലാണ്. അപ്പോൾ ഡച്ച് മാത്രമല്ല, ഈവൻ നോർവീജിയൻ, സ്വീഡൻ, ഐസ്ലാൻഡിക് 3 ലക്ഷം ജനസംഖ്യയേ ഉള്ളൂ. അവിടെ പഠിപ്പിക്കുന്ന മുഴുവൻ അവിടെ ഭാഷയിലാണ്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവസരം ലഭിക്കുന്നുണ്ട്, അവർ അനുവാദമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ആ നിരോധനം ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായും ഇനി ഭാവിയിൽ അങ്ങനെ ഒരു വിദ്യാർത്ഥികൾക്കുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ, സ്കൂളുകൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും സയൻസ് വളർന്നു പ്രതീക്ഷിക്കുന്നു. പ്രസാദ് സാർ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇപ്പൊ ഈ ഒരു ട്രാൻസ്ലേഷൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൃപ്തിയായില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വെച്ചാൽ ഇന്നുള്ള മലയാളം അതിന് പര്യാപ്തമായോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ മലയാളത്തെക്കുറിച്ച്, ഭാഷ ഉൽപ്പത്തിയെക്കുറിച്ച് EMSന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആദ്യം ഗോത്ര ഭാഷകളായിരുന്നു. ആ ഗോത്ര ഭാഷകൾ അടുത്തുള്ള ഭാഷകളിൽ നിന്നുള്ള പദങ്ങളൊക്കെ കടം കൊണ്ടിട്ടാണ് സ്വതന്ത്ര ഭാഷയായിട്ടുള്ളത്. അല്ലാതെ ഒരു ഭാഷയിൽ നിന്ന്, നമ്മൾ ഭാഷാ ചരിത്രത്തിൽ പഠിക്കുന്ന പോലെ തന്നെ ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷ സ്വതന്ത്രമായിട്ടുണ്ടാകില്ല. അപ്പോൾ ആദ്യ ദ്രാവിഡ ഭാഷയിൽ നിന്ന് തമിഴ്, തെലുങ്ക്, കർണാടകം പോലെ തമിഴിൽ നിന്ന് മലയാളം, ആ രീതിയെ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സെമിനാർ പറയുന്നത് അത് വളരെ യുക്തിസഹമായിട്ട് വന്നു. അപ്പോൾ ഭാഷ തന്നെ ഇന്നത്തെ മലയാളം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ബോറോയിങ് ആയുള്ള
വേർഡ് കൊണ്ടാണ് ചോദ്യത്തിലേക്ക് വരും. ഉണ്ട്. അപ്പൊ സാറ് പറഞ്ഞ ഇപ്പൊ അങ്ങനെ നോക്കി കഴിയുമ്പോൾ തനി മലയാളം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇപ്പൊ എഴുത്തച്ഛൻ ഉപയോഗിച്ച ഭാഷ, ചെറുശ്ശേരി ഉപയോഗിച്ച ഭാഷ അന്ന് അതിനുവേണ്ടി ഉപയോഗിച്ച ഒരു ഭാഷയാണ്. ചോദ്യത്തിലേക്ക് വരും. ചോദ്യത്തിലേക്ക് തന്നെ സാറ് പറഞ്ഞ ആ ട്രാൻസ്ലേഷൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര തോന്നിയില്ല, എനിക്ക് അത്ര ഇതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് സാർ അതൊരു വാദത്തിന് വേണ്ടി പറയുകയാണോ, അല്ലെങ്കിൽ അതിന്റെ ഏതൊരു ഘടകങ്ങൾ കൊണ്ടാണ് സാറിന് അത് തോന്നിയത്? എനിക്ക് തൃപ്തിയായില്ല, മലയാളത്തിന്റെ ട്രാൻസ്ലേഷൻ എനിക്ക് തൃപ്തിയായില്ല, ഇംഗ്ലീഷ് വായിച്ചപ്പോഴാണ് തൃപ്തിയായെന്ന് സാർ പറയാം. ഇപ്പോ പോക്കർ സാറ് നേരത്തെ ഇത് സൂചിപ്പിച്ചിരുന്നു. ഭാഷ എന്ന് പറയുന്നത് നിശ്ചലമായി നിൽക്കുന്ന ഒരു സംഗതിയല്ല, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. വാക്കുകൾ സ്വീകരിക്കുന്നത്, അത് പറയാറുള്ള ഒരു പ്രയോഗമുണ്ട്, വാക്കുകൾ നാണയങ്ങളെ പോലെയാണ് ഉള്ളതാണ്, അത് കൈമാറ്റം ചെയ്യപ്പെടാവുന്നതാണ് ഏത് ഭാഷയിൽ നിന്നും. അപ്പോൾ നമ്മൾ പുതിയ വിജ്ഞാനത്തിന്റെ ഭാഷ ഇന്ന് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് പദങ്ങൾ, കെമിസ്ട്രിയുടെ പദാവലി എടുക്കുക, അത് ഇന്റർനാഷണലി സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. ബയോളജിയിലെ പദാവലികൾ എടുക്കുക, നമുക്കിപ്പോൾ ചെടി, ചെമ്പരത്തി എന്നൊക്കെ നമ്മുടെ നാടൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. പക്ഷെ അത് ഹിബിസ്കസ് എന്ന് പറയുന്ന ഒരു പേര്, അതിനോട് ചേർന്ന് മറ്റൊരു വാക്കുകൂടിയുണ്ട്, 2 പേര് ചേർന്ന്, അതാണ് യൂണിവേഴ്സലായിട്ട് സസ്യങ്ങളെ നാമകരണം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ അതുപോലെ നമുക്ക് ഈ സാങ്കേതിക പദാവലി സ്വീകരിക്കുന്നതിന് ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിന് പറയാനുള്ളത്. പിന്നെ തർജ്ജമ, അന്ന് അത് തർജ്ജമയായിരുന്നില്ല, ഒരു പുസ്തകത്തിന്റെ തർജ്ജമയായിരുന്നില്ല, ആപേക്ഷികതാ സിദ്ധാന്തം ഒന്ന് വിശദമാക്കി എഴുതിയിരുന്ന ഒരു പുസ്തകമാണ്. ഗ്രന്ഥകർത്താവിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ ഒരു ഈ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് മറ്റുമാണ് വായിച്ചത്. ആ സമയത്ത് അത് ഒരുപക്ഷെ എൻ്റെ പ്രായവും എൻ്റെ അറിവും കൊണ്ടായിരിക്കും അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞതിന് അതിൽ ഉപയോഗിച്ചിരുന്ന ഒരു പദപ്രയോഗം മണ്ഡലീയ അവസ്ഥ, എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. മൊത്തത്തിൽ വായിച്ചിട്ട് അത് കൺഫ്യൂഷനായി വെക്കുകയായിരുന്നു. പിന്നീടാണ് ഇത് ടെക്സ്റ്റ് ബുക്ക് അല്ല, പോപ്പുലർ ബുക്കുകൾ തന്നെ, ഇംഗ്ലീഷിലുള്ള ബുക്കുകൾ വായിച്ചിട്ടാണ് അതിൻ്റെ ആശയത്തെക്കുറിച്ച് മനസ്സിലായെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കതിന് ചില പ്രശ്നങ്ങളുണ്ട് നമ്മുടെ വിജ്ഞാന ഭാഷയിൽ മലയാളം കൈമാറ്റം ചെയ്യുന്നതിൽ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് തന്നെയുള്ളൂ. പിന്നെ ഈ പോക്കർ സാർ തന്നെ സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്, ഈ ശാസ്ത്ര അവബോധവും ശാസ്ത്ര വിജ്ഞാനവും അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല, പക്ഷെ ഇപ്പോഴും അത് ഒത്തുപോകുന്ന കാര്യമല്ല. കാരണം നമ്മുടെ ISRO ചീഫ് തന്നെ പറയുകയുണ്ടായി, ഈ വിജ്ഞാനമൊക്കെ നമ്മുടെ എല്ലാ പുതിയ ശാസ്ത്രീയ വിജ്ഞാനം മുഴുവൻ വേദങ്ങളിൽ ഉണ്ടായിരുന്നു, അത് കണ്ടെത്തുക മാത്രമാണ്. സയൻസിന്റെ ബേസിക്കായ ഒരു തത്വത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു പുസ്തകത്തിലേക്ക് അന്വേഷിക്കാനല്ല, പ്രപഞ്ചത്തിലേക്ക് അന്വേഷിക്കാനും നിരന്തരം നമ്മുടെ സിദ്ധാന്തങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കാനുമാണ് സയൻസ് പറയുന്നത്. എല്ലായ്പ്പോഴും സിദ്ധാന്തത്തിൽ എന്ത് തെറ്റ് എന്നാണ് പുതിയ അന്വേഷണം നടത്തുന്നത്. അപ്പോൾ പഴയതിനെ സാധൂകരിക്കുക എന്നത് സയൻസിന്റെ ജോലിയല്ല എന്നത് അദ്ദേഹം ഉൾക്കൊള്ളാതെയാണ് അത് പറഞ്ഞത് എന്ന് പറയേണ്ടി വരും. ചിലപ്പോൾ അത് അറിയാൻ മേലാഞ്ഞിട്ടാവില്ല, ഈ സാമൂഹിക സാഹചര്യം അത് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതുമാകാം എന്ന് ഞാൻ കരുതുന്നു. ഇനി ഒരു സിനിമാ നടൻ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞു. അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, GPS ഉപയോഗിച്ച് യാത്രയും ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്, ഫ്ലാറ്റ് എർത്ത് പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിച്ചിട്ടല്ല അയാൾ യാത്ര ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ആയിപ്പോയി. ചിലര് അതിനെ കാണുന്നത് അങ്ങനെ ആയിപ്പോയി. അപ്പോ നമ്മള് സംഗതികളെ ഉൾക്കൊള്ളുന്നത് ഒരു സയൻസിന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും സയൻസിന്റെ രീതി നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്നത് ഒരു സത്യമാണ്. അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പദങ്ങളുടെ സങ്കീർണതയായിട്ട് ബന്ധപ്പെട്ട് 1-2 ഉദാഹരണം കൂടി പറയാൻ വിചാരിക്കുന്നു. ഇപ്പൊ സ്വിച്ച്, ഇപ്പൊ മലയാള ശാസ്ത്രം എഴുതുന്നവർക്ക് മലയാളത്തിലുള്ള തത്സമ പദങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം സ്വിച്ചിന് സ്വിച്ച് എന്ന് തന്നെ ഉപയോഗിക്കാം, അല്ലാതെ വൈദ്യുത ഗമന ആഗമന നിയന്ത്രണ യന്ത്രം എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ സാനിറ്റൈസർ, നമുക്ക് കോവിഡ് കാലത്ത് വന്നൊരു ട്രോളാണ്, എന്താണ് അങ്കുലി മർദ്ദിത രോഗാണുനാശക ദ്രാവകം എന്നൊന്നും ഉപയോഗിക്കേണ്ട, സാനിറ്റൈസർ. അപ്പം കൊണ്ടും കൊടുത്തും തന്നെയാണ് ഭാഷ വളരുന്നത്. പക്ഷെ ലളിതമായ പദങ്ങൾ എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ അത്രത്തോളം ഉൾക്കൊണ്ട് പുതിയ പദങ്ങൾ വികസിപ്പിക്കുക കൂടി ചെയ്താലേ മലയാള ഒരു വൈജ്ഞാനിക ഭാഷ എന്നുള്ള നിലയിൽ ഇനിയും മുന്നോട്ട് പോവുകയുള്ളൂ. അതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ സംസ്കൃതത്തിൽ നിന്ന് ഒരുപാട് പദങ്ങൾ എടുത്തിട്ടുണ്ട്, മറ്റു ഭാഷകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ലളിതമായ സ്വിച്ച് പോലുള്ള പദങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അതിനെ മലയാളീകരിച്ചേ ഉപയോഗിക്കൂ എന്നുള്ള നിർബന്ധത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ നമ്മുടെ യഥാർത്ഥ ശാസ്ത്ര പാരമ്പര്യം ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അതിന് അവനവന്റെ ഭാഷയിൽ തന്നെ ആശയവിനിമയം നടത്തേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. കാരണം പലപ്പോഴും ശാസ്ത്രം പ്രചരിപ്പിക്കാൻ നിയുക്തരായവർ തന്നെ, നമുക്കറിയാം ഭരണഘടന തന്നെ നമ്മളോട് അനുശാസിക്കുന്നുണ്ട്,
ശാസ്ത്രീയ അവബോധവും മാനവികതയും പരിഷ്കരണ ബോധവും വളർത്തേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. പക്ഷെ ഇതിനൊക്കെ ബാധ്യതപ്പെട്ടവർ തന്നെ കപടശാസ്ത്രത്തിന്റെ വക്താക്കളാവുന്നത് നാം പലപ്പോഴും കാണുന്നുണ്ട്. ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ പോലും അബദ്ധ ജടിലമായ പല പ്രബന്ധങ്ങളും അവതരിപ്പിക്കപ്പെടുന്നതും അത് BBC അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വരെ നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇന്ത്യക്ക് മഹത്തായ ശാസ്ത്ര പാരമ്പര്യം ഉണ്ട് യഥാർത്ഥത്തിൽ. അതിന്റെ യഥാർത്ഥമായ ശാസ്ത്ര പാരമ്പര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അന്നാമാണി, ജാനകി അമ്മ, ഇങ്ങനെ ലോക പ്രശസ്തി നേടിയ വനിതകളുണ്ട് ശാസ്ത്രരംഗത്ത്. ഈ മലയാളികളെ നമ്മുടെ മലയാളികളിൽ എത്ര പേർക്ക് അറിയാം എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ വനിതകളായ ശാസ്ത്രജ്ഞർ, അവർ തമസ്കരിക്കപ്പെട്ടവർ, ഇതിനെ കൂടിയൊക്കെ കുറിച്ച് തന്നെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ ഇതിനൊക്കെ തന്നെ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അവരുടെ ഭാഷയിൽ തന്നെ വിനിമയം നടത്തേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് പദങ്ങളില്ല എന്നുള്ളത് ഒരു പരിമിതി ആയിക്കൂടാ. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇനി നടക്കേണ്ടത്. ഒരാൾ ട്രാൻസ്ലേഷൻ കൂടി ചോദിച്ചു. ട്രാൻസ്ലേഷൻ ഓരോ ഭാഷയ്ക്കും ഒരു പ്രത്യേകത ഉണ്ട്. ഉദാഹരണത്തിന് മലയാളത്തിൽ നമ്മൾ പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുന്നു, ഞാൻ കഴിച്ചിട്ട് വന്നു. കഴിച്ചിട്ട് വന്നു എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഐ കെയിം ആഫ്റ്റർ ഈറ്റിംഗ് പറയുന്നു. അല്ലെങ്കിൽ ഞാൻ നടന്ന് വന്നു എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഓടി വന്നു ഐ കെയിം റണ്ണിങ്. അപ്പോൾ ഇതിന് ഓരോ ഭാഷയും ഓരോ പ്രത്യേകത ഉണ്ട്. അത് ആക്ച്വലി ട്രാൻസ്ലേഷൻ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ ഭാഷ വികസിക്കും. കേരളത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ട്രാൻസ്ലേറ്റ് നമ്മൾ വിചാരിക്കുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ വേദി മാത്രമല്ല ട്രാൻസ്ലേഷന് പറ്റുന്നത്. അത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് അടുത്ത് ഞാൻ ഒരു ഹാർവർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറുടെ ഒരു ജനറ്റിക്സും പുസ്തകം മലയാളത്തിൽ തർജ്ജമ ചെയ്തിരുന്നു, DC ബുക്സുകാർ. ബലറാമ കൈമളിന്റെ സുഹൃത്താണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത്. വളരെ മനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷിലെ വാക്കിനേക്കാളും കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നിയത് ബലറാമ കൈമൽ എഴുതിയ ആ പുസ്തകമാണ്, ജനറ്റിക്സിനെ കുറിച്ചൊരു പുസ്തകം, പോപ്പുലേഷൻ ജനറ്റിക്സ്. കാരണം അദ്ദേഹം ആ ഫീൽഡിലുള്ള ആളാണ്. ബാംഗ്ലൂരിലെ ജനറ്റിക്സിസ്റ്റ, നന്നായിട്ട് വിഷയങ്ങളെ കുറിച്ച് ഗ്രഹിക്കാൻ അറിയാം. അപ്പൊ അങ്ങനെയുള്ള ആൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അല്ലാതെ ഈ ഗണിതശാസ്ത്രത്തെ കുറിച്ചുള്ള പുസ്തകം മലയാളം മലയാളം ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ആൾക്കോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. ലോകത്ത് എവിടെ നോക്കിയാലും സയന്റിഫിക് ലിറ്ററേച്ചറിൽ ട്രാൻസ്ലേറ്റ് നടക്കുന്ന ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഒരു ഡോക്ടറുടെ ബുക്ക് ഡോക്ടർ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. പക്ഷെ അതേസമയത്ത് രണ്ടിലും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് അത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ആരോഗ്യ മാസിക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന ഹെൽത്ത് മാഗസിനാണ്. ഇംഗ്ലീഷിനേക്കാളും കൂടുതൽ പോകുന്നത് ഈ നമ്മുടെ ആരോഗ്യ മാസികകളും അതുപോലെ സയൻസ് ലിറ്ററേച്ചറാണ്. യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ യുവാക്കൾ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്, മലയാളത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. തീരെ റിലേറ്റീവായിട്ട് നിങ്ങൾ പഠിപ്പിക്കുക, മലയാളത്തിൽ പഠിപ്പിക്കാം. കാരണം അത്രയും കുട്ടികൾ വളരെ മൊബൈൽ ഫോണെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. അത് ആരും കഠിനമായ സംസ്കൃത വാക്ക് ഉപയോഗിക്കുന്നില്ല, ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ച് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം പ്രായോഗികം അതാണ്. ഈ നീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നത് പരിശീലനം മുഴുവൻ നമ്മൾ ഇംഗ്ലീഷിലാണ്. പക്ഷേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നത് മലയാളത്തിലാണ്. ശരി. അപ്പോ ഈ മലയാളത്തിലെ ശാസ്ത്രം വിതരണം ചെയ്യുന്നതും സൃഷ്ടിക്കലും സാധ്യമാണ്. ആ നിലയ്ക്കാണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. ഒരുപാട് വെല്ലുവിളികളുണ്ട്, ഇതൊക്കെ നമ്മൾ നേടാൻ സാധിക്കും. ഏതായാലും വളരെ മനോഹരമായ ഈ സദസ്സ് ഇങ്ങനെ ഒരുക്കി തന്നതിന് അത് നമ്മുടെ സാഹിത്യ അക്കാദമി ഞാൻ നന്ദി പറയുന്നു. ലാസ്റ്റ് ചോദ്യം, ഇത് സമയമായി, 3 മിനിറ്റേ ഉള്ളൂ. ഞാൻ 10 സെക്കൻഡ്. എന്തായാലും ഭാഷ നിലനിൽക്കുക അടുത്ത തലമുറയിലൂടെയാണ്. അടുത്ത തലമുറ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന ജോലി കിട്ടാനുള്ള വിദ്യാഭ്യാസം അവർ നേടുക. സ്വാഭാവികമായിട്ടും നമുക്കറിയാം മലയാളം വിജ്ഞാന ഭാഷയുടെ ഒരു പ്രതിസന്ധിയെ കുറിച്ച് 1-2 സൂചിപ്പിക്കേണ്ടായി. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള വിദേശികൾ കൂടിയായിട്ട് നമുക്കറിയാം കുട്ടികൾ വിദ്യാഭ്യാസത്തിന് ജോലിക്കായിട്ട് പോകണം. അപ്പൊ ഈ ഭാഷയുടെ ഭാവി എന്തായിരിക്കും മലയാളത്തിന്റെ? നമുക്കറിയാം ലോകത്ത് പല ഭാഷകളും മരിച്ചുകൊണ്ടിരിക്കുന്ന പല വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ ഈ വിജ്ഞാന ഭാഷയുടെ പ്രതിസന്ധി പറയുമ്പോൾ തന്നെ അടുത്ത തലമുറയുടെ ഒരു 10-30-40 കൊല്ലം കഴിയുമ്പോൾ ഈ ഭാഷാ വിജ്ഞാന പ്രതിസന്ധി ഭാഷ ഒന്നും മരിക്കത്തില്ല, കൂടുതൽ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങും, അത്രേ ഉള്ളൂ. അതായത് ഓരോ ഭാഷയും ഓരോ കാലഘട്ടത്തിൽ നമ്മൾ മരിക്കത്തില്ല, അത് പരിണമിക്കും. നമ്മൾ സംസ്കൃത വാക്കുകൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഇംഗ്ലീഷ് വാക്കുകളിലേക്ക് മാറും, അത്രേ ഉള്ളൂ. കാരണം ആൾറെഡി ഇപ്പം നമ്മൾ മംഗ്ലീഷിന് വളരെ സുലഭമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ മുഴുവൻ മൊബൈൽ ഫോണിലാണ് മംഗ്ലീഷ് എഴുതിക്കൊണ്ടിരിക്കുന്നത്, യൂട്യൂബിൽ മുഴുവൻ മംഗ്ലീഷാണ്. അപ്പം മംഗ്ലീഷ് ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആയിട്ട് മാറും. അത് മോശമൊന്നുമില്ല, അത് ഭാഷയുടെ പരിണാമമാണ്. ശരി, താങ്ക് യു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി മലയാളത്തിലുള്ള ശാസ്ത്രവ്യാപനം തന്നെയാണ്. മലയാളത്തിലെ ശാസ്ത്രവ്യാപനം, നിങ്ങളെല്ലാവരും ശാസ്ത്രവിജ്ഞാനം നന്നായിട്ട് എഴുതുന്ന, അതിന് നല്ല വായനക്കാരുള്ളവരാണ്. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ നല്ല വായനക്കാർ തന്നെയാണ്, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാം. പക്ഷേ സാഹിത്യ പരിഷത്ത് ഇന്ന് അവരുടെ പുസ്തകങ്ങളുമായിട്ട് സ്കൂളുകളിലോ
കോളേജുകളിലോ ചെല്ലുമ്പോൾ ചോദിക്കുന്നത് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻസ് ഉണ്ടോ എന്നാണ്. കാരണം ഇംഗ്ലീഷ് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട ഒരു അധ്യയന മാധ്യമമായിട്ട് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് സ്കൂളുകളിൽ പോലും ഇംഗ്ലീഷ് മീഡിയം ആണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മലയാളം വിജ്ഞാന ഭാഷയോ എന്നുള്ള ചോദ്യത്തിന്റെ പശകിനെ പറ്റി നേരത്തെ സൂചിപ്പിച്ചു. മലയാളം വിജ്ഞാന ഭാഷയായിട്ട് തുടരുന്നതിൽ എന്താണ് പ്രസക്തി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മലയാളത്തിലെ വ്യാപനം നടത്തുമ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെ മുൻനിർത്തിയാണ് ഞാൻ ചോദിക്കുന്നത്. പല സ്കൂളുകളിലും യൂറീക്ക വാങ്ങിക്കുന്നില്ല, അവിടുത്തെ കുട്ടികൾ യൂറീക്ക വായിക്കുന്നില്ല. വീടുകളിൽ ഞങ്ങൾ യൂറീക്കയുമായിട്ട് സമീപിക്കുമ്പോൾ അവർ പറയുന്നത് ഇംഗ്ലീഷിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രസക്തിയെ പറ്റിയും കൂടി ചിന്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇവിടെ നേരത്തെ ഓസ്ട്രേലിയയിലെ ഈ അബോറിജിനൽസ് ഉപയോഗിക്കുന്ന ഭാഷയിലെ ചില പ്രത്യേകതയെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മരത്തിൻ്റെ പുറകിൽ നിൽക്കുന്നു അല്ലെങ്കിൽ മുൻവശത്ത് നിൽക്കുന്നു എന്ന് നമ്മുടെ വ്യവഹാര ഭാഷയിൽ ഉപയോഗിക്കുന്നതിന് പകരം അവർ മരത്തിൻ്റെ തെക്കോ വടക്കോ 3-4 ദിക്കുകളെ കുറിച്ച് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്നത് ശരിയായ കൃത്യമായ ഒരു അർത്ഥത്തെ കാണുന്നവൻ്റെയോ കേൾക്കുന്നവൻ്റെയോ മനസ്സിൽ എത്തിക്കുക എന്ന ഒരു ഭാഷാ പ്രയോഗം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മുടെ ഭാഷയിലെ ലളിതമായ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ പോലും ആ കൃത്യത മനസ്സിൽ എത്തിക്കുന്നതിന് കഴിയാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദിക്കുകളെ സൂചിപ്പിച്ചുകൊണ്ട് പദങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഒരു മരത്തിൻ്റെ 4 ഭാഗത്ത് നിന്നാലും അത് മുൻപിലും പിൻപിലും ആകാം. അപ്പോൾ അത് ദിക്ക് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദിക്ക് ഉപയോഗിക്കുക ഒരു ഉദാഹരണം മാത്രമായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഈ ഭാഷാ പ്രയോഗത്തിൽ ശരിയായ ഒരു ദീക്ഷ മനസ്സിലെത്തിക്കുന്നതിന് എഴുത്തുകാർ, പ്രത്യേകിച്ച് ശാസ്ത്ര പദങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നൊരു തോന്നൽ. തീർച്ചയായും ശ്രദ്ധിക്കണം. സമഗ്രവും ആധികാരികവും ആരോഗ്യകരവുമായ ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. മലയാളം വിജ്ഞാന ഭാഷ എന്ന വിഷയത്തെ അധികരിച്ച് സമഗ്രമായ സെമിനാറാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിയത്. നമ്മളോട് സംവദിച്ച ബഹുമാനപ്പെട്ട അതിഥികളായ ശ്രീ കെ സേതുരാമൻ, ശ്രീ എതിരൻ കതിരവൻ, CS മീനാക്ഷി, ശ്രീ PK പോക്കർ, ശ്രീമതി ശ്രീമ ശ്രീലയം, ശ്രീ പ്രസാദ് അലക്സ്, ശ്രീ ജീവൻ ജോബ് തോമസ് എന്നിവർക്ക് ILFK വേണ്ടി നന്ദി പറയുന്നു. ഒപ്പം ശ്രോതാക്കളായ ഈ സദസ്സിനും പ്രത്യേകം നന്ദി.